സംസാരിച്ചോളൂ. ആർക്കാ സംസാരിക്കാനാണ്? അലിപ്പാസ്റ്ററെ ഒരു ചോദ്യം ചോദിക്കട്ടെ അലിപ്പാസ്റ്ററെ? ചോദിച്ചോളൂ. ഇസ്ലാമിൽ ഒരു പ്രവാചകൻ എന്ന് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം വെക്കുന്ന ഒരു മാനദണ്ഡം എന്താണ്? അതായത് മാനദണ്ഡം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചോ അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ചോ ഒരു പ്രവാചകൻ എന്ന് നമ്മൾ ഒരാളെ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ബിബ്ലിക്കലായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു പ്രവാചകൻ എങ്ങനെയായിരിക്കണം എന്ന് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള വ്യക്തികളെയാണ് പ്രവാചകൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിനെ പോലുള്ളവർ നമ്മൾ പ്രവാചകനായി പരിഗണിക്കാത്തത്. ക്ലിയർ അല്ലേ? ഇപ്പോഴോ? ഇപ്പോഴോ? ക്ലിയർ ആണ്. പറഞ്ഞോളൂ. അലിപ്പാസ്, എന്റെ ചോദ്യം ആദ്യം പോലെ കേൾക്കത്തില്ലായിരുന്നു. കുറച്ച് മാത്രമേ കേട്ടുള്ളൂ. ഒരു പ്രവാചകനാകാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കേൾക്കുന്നു മാത്രമേ. ഓക്കെ. ഞാൻ എന്റെ ചോദ്യം ആദ്യത്തെ പാട്ടിലാണ്, ഇസ്ലാമിൽ ഒരു പ്രവാചകൻ ആകാൻ ഉള്ള മാനദണ്ഡം എന്താണ്? ഇസ്ലാം ഒരു പ്രവാചകനെ കണക്കാക്കുന്നത് എന്തിന്റെ പേരിലാണ് പ്രവാചകനാണെന്ന് കണക്കാക്കുന്നത്? അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡിൽ ഒരു ക്രിസ്തീയ പ്രവാചകൻ, ക്രിസ്തീയ പശ്ചാത്തലം ഒരു പ്രവാചകൻ, ഒരു പഴയ നിയമ പശ്ചാത്തലം ഒരു പ്രവാചകൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് സർട്ടൺ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. ചുമ്മാ ഒരു വ്യക്തിയെ ഒരിക്കലും പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നില്ല ബൈബിള്, ഉണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഒരു പ്രവാചകൻ എന്നൊരാളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം പരിഗണിക്കുന്നെങ്കിൽ എന്ത് ആണ് അതിനുള്ള മാനദണ്ഡം? ബൈബിള് നമ്മൾ നോക്കുമ്പോൾ ഓരോ വ്യക്തികളെയും ഒന്നാമത്തത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോൾ ദൈവം നേരിട്ട് സംസാരിച്ച ഓരോ പ്രവാചകന്മാരോടും ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അബ്രഹാം പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോഹയെ സംബന്ധിച്ചിടത്തോളം ആദമാണ് ആദ്യം. അവൻ പ്രവാചകനല്ലെങ്കിലും വ്യക്തിപരമായി ദൈവം ഇറങ്ങി വരികയും ആദമിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് നോഹയോട് ദൈവം നേരിട്ട് സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ ജീവിതമാണ്. അബ്രഹാമിനോട് സ്നേഹിതനെ പോലെ, ഒരു ഫ്രണ്ട് എന്നോട് സംസാരിക്കുന്നത് പോലെ ദൈവം സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും എടുത്താൽ ദൈവം നേരിട്ട് സംസാരിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്തതായ ഒരു അനുഭവം നമ്മൾ ബൈബിൾ ആദ്യോടെ എന്തെങ്ങനെ പരിശോധിക്കുമ്പോൾ കാണാം. ചെറിയ പ്രവാചകന്മാരെ വേദപുസ്തകത്തിൽ 2 പ്രവാചകന്മാരായിട്ട് തിരിച്ചിട്ടുണ്ട്. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും. ഇവിടെ നമ്മൾ ഇവരൊക്കെ എടുത്ത് പരിശോധിച്ചാല് ഇവരൊക്കെ നേരിട്ട് തമ്പുരാൻ സംസാരിച്ചവരാണ്. ഇവരൊക്കെ എല്ലാവരോടും, ബൈബിളിലെ എഴുത്തുകാരോടെല്ലാം നേരിട്ട് സംസാരിച്ച ഒരു അനുഭവം വിശുദ്ധ ബൈബിളിലുണ്ട് എല്ലാ വ്യക്തികളോടും. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിലൂടെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മുഹമ്മദിനോടാകട്ടെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? നേരിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്ത ഒരു അനുഭവം നമുക്ക് ഖുർആനിലൂടെ കാണാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ആരാണ് പ്രവാചകനാക്കിയത്, എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹം പ്രവാചകനായത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഖുർആനിൽ നിന്ന്, മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല.
മനസ്സിലായ? ഇസ്ലാമിക പശ്ചാത്തലം വെച്ചുകൊണ്ട്. മനസ്സിലായ? ആര് പ്രവാചകനാക്കി? ഒരു മുസ്ലിം പറയത്തില്ല. അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൂതന്മാര് സംസാരിച്ചു എന്നുള്ളത്. പല വ്യക്തികളോടും ദൂതന്മാര് സംസാരിച്ചിട്ടുണ്ട് ബൈബിളില്. നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൂതന്മാര് സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചത് നമുക്ക് ബൈബിളിൽ വായിക്കുന്ന ഓരോ വ്യക്തികളും പ്രവാചകന്മാരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ പോലും സംസാരിക്കാത്തതായ പുരോഹിതന്മാരോട് സക്രിയ പുരോഹിതനോട് സംസാരിച്ചപ്പോൾ പോലും ആദ്യം തന്നെ കുറിച്ച് പറഞ്ഞു, തന്റെ പേര് പറഞ്ഞു, ആഗമന ഉദ്ദേശം പറഞ്ഞു, ആരാണ് തന്നെ പറഞ്ഞയച്ചത് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദീകരിച്ച് തന്നെ ദൂതൻ ഇവരോടൊക്കെ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അള്ളാഹു മുഹമ്മദിന്റെ അടുത്തേക്ക് അയച്ച ദൂതൻ ഒരു രീതിയിലും ആരാണെന്ന് പറയുകയോ പരിചയപ്പെടുത്തുകയോ അതുപോലെ കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുകയോ ചെയ്തതായി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് പറയാൻ പറ്റത്തില്ല. വരുന്നു, വായിക്കാൻ പറയുന്നു, ഞെക്കുന്നു, വേദനിപ്പിക്കുന്നു, വീണ്ടും 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 ഞെക്കി വേദനിപ്പിച്ച് വായിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു ചിന്തയില് വേദനിപ്പിച്ച് മുഹമ്മദിനെ വായിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരനുഭവം വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ ആദ്യോടന്തം എങ്ങനെയെങ്കിലും വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. എവിടെയെങ്കിലും നിർബന്ധമായിട്ട് ദൂതൻ വന്ന് ആരെ ഉപദ്രവിക്കുകയോ വായിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയോ ഒന്നും ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാവില്ല. അവിടെ ദൂതനൊരു കാര്യം പറഞ്ഞു. അവിടെ പല വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. മനോയോട് സംസാരിച്ചിട്ടുണ്ട്, ദാനിയേലോട് സംസാരിച്ചിട്ടുണ്ട്, സക്കറിയാവിനോട് സംസാരിച്ചിട്ടുണ്ട്, മേരിയോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളോടും വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ദൂതന്മാരൊക്കെ. അവിടെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അവിടെ ആരെയും. അങ്ങനെ ഒരു അനുഭവം അല്ല മുഹമ്മദിൽ നിന്ന്, മുൻ പ്രവാചകന്മാരിൽ അനുഭവമല്ല മുഹമ്മദിൽ ഉണ്ടായത്. അങ്ങനെ ആ രീതിയിലും മുഹമ്മദ് ഒരു പ്രവാചകനാണ്, ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല നമുക്ക്. മൂന്നാമത്തെന്ന് പറഞ്ഞ ഇതെല്ലാം കണ്ട് മുഹമ്മദ് ഒരു മാനസിക വിഭ്രാന്തി കാണിക്കുക. ആർക്കെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടോ? ഈ ദൂതന്മാര് വന്നിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? പല വ്യക്തികൾക്കും ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെട്ടപ്പോ എന്താ പറഞ്ഞത് ദൂതൻ? ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. മനസ്സിലായോ? ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇവിടെ എന്താകുന്നു? മുഹമ്മദ് ഒരു മാനസിക വിഭ്രാന്തി കാണിക്കുന്നു. ഒരു മാനസിക രോഗിയായി മുഹമ്മദ് മാറുന്നു. മുഹമ്മദിനെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാ, പുതച്ചു തരിക, പുതച്ചു തരിക, പുതച്ചു തരിക. പേടിച്ചു ആകെ മുഹമ്മദ്. ഈ വന്ന ദൂതനെ മുഹമ്മദിനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഞാൻ അള്ളാഹുവിനെ പറഞ്ഞയച്ചതാണ്, താങ്കൾ ഒരു പ്രവാചനാക്കിയിരിക്കുന്നു, താങ്കൾ ഇങ്ങനെ ആകുലപ്പെടേണ്ടതായി ആവശ്യമില്ല, ദുഃഖിക്കേണ്ടതായി ആവശ്യമില്ല, അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വാക്ക് പോലും ഈ ദൂതൻ പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദിന് ഇത്രമാത്രം ഒരു ഭയവും ആകുലതയും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. ഗതികെട്ടാണ് ഈ ദൂതൻ മുഹമ്മദിന് വായിപ്പിച്ചു കൊടുക്കുന്നത്. അതോടുകൂടെ മുഹമ്മദ് പേടിച്ചു ഓടുന്നു. തന്റെ ഭാര്യ അടുത്തേക്ക് ചെന്നിട്ട് പറയുക, പുതച്ചു തരിക, പുതച്ചു തരിക, പുതച്ചു തരിക. വിഭ്രാന്തി. പുതച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ പനിയൊക്കെ മാറിയപ്പോ റോട്ടിലൂടെ നടന്നു വീണ്ടും ജാബിർ പറയുക, ശബ്ദം കേട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഈറാഗോയിൽ വന്ന മലക്ക് ആകാശത്തും അല്ല ഭൂമിയിലും അല്ല, ഇങ്ങനെ വരുന്നു. വീണ്ടും മുഹമ്മദ് പേടിച്ചു ഓടി ചെന്നിട്ട് വീട്ടില്
ഭാര്യയോട് പറയാ പുതച്ചു തരിക, പുതച്ചു തരും. ഒരു മാനസിക വിഭ്രാന്തി അവിടെ തന്നെ ആരംഭിച്ചു. ഒരു മാനസിക രോഗിയായി മാറി. അങ്ങനെ ഒരു അനുഭവം ഏതെങ്കിലും ഒരു പ്രവാചകന്മാർക്ക്, ബൈബിളിൽ പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു അനുഭവം? പല വ്യക്തികൾക്ക്, 1 2 10 വ്യക്തികൾക്കല്ലല്ലോ ബൈബിളിൽ ഈ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പല വ്യക്തികൾക്കും പ്രത്യക്ഷപ്പെട്ടില്ലേ? പല വ്യക്തികളോട് സംസാരിച്ചില്ലേ? ആർക്കെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടായോ? ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോയോ? പല പ്രാവശ്യം മലയിൽ കയറിയോ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടിട്ട്? അതെന്തുകൊണ്ടാണ് മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കാത്തത്? ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുക? ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതോടുകൂടെ മുഹമ്മദ് ഒരു മാനസിക രോഗിയായി മാറുകയും മുഹമ്മദ് ആത്മഹത്യാ പ്രവണത കാണിക്കുകയും പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ മലയിൽ കയറുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് എങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയും? അപ്പൊ മുഹമ്മദ് ആത്മഹത്യാ പ്രവണത ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണ് ഉണ്ടാകുന്നത്? അപ്പൊ മുഹമ്മദ് ഹീറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവദൂതനല്ല, മറിച്ച് ഒരു പിശാചിന്റെ ദൂതനാണ് എന്നുള്ള കാര്യം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? അതും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നീട് നടന്ന സംഭവങ്ങള് എന്താണ് ചെയ്യുന്നത്? ഒരു പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു ക്രൈസ്തവ. അത് വെറുതെ കള്ളത്തരം തന്നെയാണ്. ഒരു പുരോഹിതനാകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചെങ്കിലൊക്കെ ബൈബിള് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പരിജ്ഞാനം ഈ പുരോഹിതന് കാണുന്നില്ല. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഖദീജ ഒരു ദൂതപരിശോധന നടത്തുന്നു. ലോകത്തിൽ എവിടെയും കേൾക്കാത്ത ഒരു പരിശോധന. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത് ആരോടെയും പറയാൻ പറ്റുമോ? മുൻ പ്രവാചകന്മാരുടെ ഭാര്യമാര് ഇങ്ങനെ ഏതെങ്കിലും പ്രത്യക്ഷപ്പെട്ട് ഭർത്താക്കന്മാരെ തുണി അയച്ചിട്ട് മടിയിൽ ഇരുത്തിയിട്ട് ദൂതപരിശോധന നടത്തിയ ചരിത്രങ്ങള് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പച്ച മലയാളത്തിൽ അങ്ങനെ പറഞ്ഞത് മോശമാണെങ്കിൽ പോലും നമുക്കത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഭാര്യ ദൂതപരിശോധന നടത്തുന്നു. ഭർത്താവിനെ പിടിച്ച് തുണി അയച്ചിട്ട് വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി സ്വന്തം ഭർത്താവിനെ, കാരണം വയസ്സിന് വ്യത്യാസമുണ്ട്, വളരെ മാറ്റമുണ്ടല്ലോ, 15 വയസ്സിന് വ്യത്യാസമുണ്ട് ഖദീജയും മുഹമ്മദുമായിട്ട്. അപ്പൊ മുഹമ്മദിനെ പിടിച്ച് ഖദീജ മടിയിലിരുത്തുക, തുണിയെല്ലാം അയച്ചിട്ടിട്ട്. ആദ്യം ഇടേ തോടയിലെടുത്ത് വലേ തോടയിലിരുത്തി. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. തുണി അയച്ചിട്ട് പറ ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ഖദീജ പറയാ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണ്. ഇത് കേട്ട് മുഹമ്മദ് പറഞ്ഞു എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു പ്രവാചകന്റെ തെളിവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബൈബിളിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം സഹോദരൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ സഹോദരി ബൈബിൾ എങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഒരു ദൂത പരിശോധന നടത്തിയ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ? എങ്ങനെയാണ് നമുക്ക് ഒരു പ്രവാചകനെ അംഗീകരിക്കാൻ പറ്റുന്നത്? അതൊരു തെളിവാണോ? ബൈബിളിൽ മോശയെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം, നോഹയെ വിളിക്കുന്നതായിട്ട് കാണാം, അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് നമുക്ക് കാണാം, യെസയ്യാവിനോട് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കാണാം. യിരെമ്യാവ് ചെറിയ കൊച്ചായിരിക്കുമ്പോ യിരെമ്യാവിനോട് സംസാരിക്കുകയും യിരെമ്യാവിനെ പ്രവാചകനാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ ഇതിൽ നിന്ന് 100% വ്യത്യസ്തമായ ഒരു രീതിയിലല്ലേ മുഹമ്മദിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് തികച്ചും ദൈവീകമാണ്. ദൈവമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞില്ല ഞാൻ നിന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ ദൂതൻ എന്തുകൊണ്ട് പറഞ്ഞില്ല മുഹമ്മദെ നിന്നെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട്, താങ്കളെ പോയി പ്രസംഗിക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണ്. അദ്ദേഹത്തിന് ഹീറാ ഗുഹയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് പിശാചിന്റെ മലക്കാണ്, അല്ലാതെ ദൈവദൂതനല്ല. ദൈവദൂതനാണെങ്കിൽ ഇങ്ങനെയുള്ളതായ വൃത്തികേടുകളൊന്നും കാണിക്കത്തില്ല. ഇത് പിശാചിന്റെ മലക്കായത് കൊണ്ടാണ് ഇത്രമാത്രം വൃത്തികേട് കാണിക്കുന്നത്. ഇവിടെ തന്റെ ഭാര്യയാണ് വാസ്തവത്തിൽ മുഹമ്മദിനെ പ്രവാചകനാക്കി മാറ്റുന്നത്. മുഹമ്മദിന് എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത്? കുന്നും ചെരുന്നൽ ഈന്തപ്പന. ഖദീജയുടെ ഈ വാക്ക് മാറാൻ വേണ്ടി താങ്കൾ ഒരു പ്രവാചകനാവുമ്പോ ഈ ചീത്തപ്പേരൊക്കെ അങ്ങ് മാറുമല്ലോ. അതിനു വേണ്ടി ഖദീജ കണ്ടെത്തിയതായ ഒരു ഐഡിയ ആണ് എന്ത്? മുഹമ്മദ് പ്രവാചകനായ പിന്നെ അദ്ദേഹത്തിന് ഈ ചീത്തപ്പേരൊക്കെ അങ്ങ് മാറും, പുതിയ പേരൊക്കെ കിട്ടും, അള്ളാന്റെ പ്രവാചകനാണെന്ന്.
ഖദീജ മരിക്കുന്നത് വരെ മുഹമ്മദിന്റെ ജീവിതത്തിൽ വൃത്തികേടൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. മരിച്ചതിന് ശേഷമാണ് സകല വൃത്തികേടും പിന്നീട് ചെയ്യാൻ തുടങ്ങിയത്. അത് ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹദീസിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും നമ്മൾ വായിക്കുന്നില്ല, പറയുന്നില്ല. ഇതെല്ലാം എന്തും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിത് വ്യക്തമായ ഹദീസുകൾ നമ്മൾ പല ഭാഗത്തുനിന്ന് മലയാളം ആണെങ്കിലും അറബി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് തെളിവിട്ട് കൊടുക്കുന്നു. നമ്മൾ അവരോട് നേരിട്ട് ചോദിക്കുന്നു, സുഹൃത്തെ, ഇസ്ലാമിൽ ആരാണ് മുഹമ്മദിനെ പ്രബലമുള്ളവര്? വ്യക്തമാണത്. ആര് പ്രവാചകനാക്കി? മുസ്ലിം പണ്ഡിതന്മാരെ നമ്മൾ ക്ഷണിക്കുന്നു. അതിന്റെ വ്യക്തമായ കാര്യകാരണ സഹിതമാണ്. അപ്പൊ ഒരു ബൈബിളിൽ ഒരു വ്യക്തി പ്രവാചകനാണെങ്കിൽ അതെങ്കിൽ ദൈവത്താൽ നേരിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. അന്ന് അവൻ ഇസ്രായേലിനായിരിക്കണം. അങ്ങനെയൊക്കെ വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട് ബൈബിളിൽ. അതൊന്നും പാലിക്കാതെയാണ് താനൊരു പ്രവാചകനാണെന്ന് മുഹമ്മദ് എന്ത് ചെയ്തത്? പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ അലിപ്പാസേ, എനിക്കതിന് ഉത്തരം കിട്ടി. അതായത് ഒരു ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ബിബ്ലിക്കലായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും വാക്കുകൾ ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് എല്ലാ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഈ ദൂതൻ ഇദ്ദേഹത്തിന്റെ അടുത്തു എന്ന് വന്നൊരു വാദത്തിന് നമ്മൾ സമ്മതിച്ചു എന്ന് വെച്ചോ. അങ്ങനെ നമ്മളൊരു വാദത്തിന് അത് അംഗീകരിച്ചാൽ പോലും അവിടെ ഒരു പ്രശ്നം കിടക്കുകയാണ്. ആ ദൂതൻ എന്തുകൊണ്ട് ഞാൻ അള്ളാഹയുടെ മെസ്സഞ്ചർ ആണ് എന്ന് ഇദ്ദേഹത്തിന് മുമ്പിൽ കൺഫേം ചെയ്തില്ല? അങ്ങനെ കൺഫേം ചെയ്തിരുന്നു എങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങളും യാതൊരു സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരികയില്ലായിരുന്നല്ലോ. ദൈവത്തിൽ നിന്നൊരു ദൂതനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൂതൻ പറഞ്ഞില്ല? അപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ട്. മുന്നോട്ട് ചെല്ലുമ്പോൾ ദൂതനാണ് എന്നും അത് ജിബ്രീലാണെന്നും പറയുന്നത് കേവലം ഒരു മനുഷ്യനായ ഒരു വ്യക്തിയാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു പ്രവാചകനായിരുന്നില്ല. മാത്രമല്ല ദൈവത്താലുള്ള യാതൊരു ഇടപെടലുകളും മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. അതെല്ലാം കേവലം കുറച്ച് എന്നാ പറയുന്നേ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പകൽ സ്വപ്നം പോലെ ഉണ്ടായ എന്തൊക്കെയോ വിഭ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളാണ് ഇതെന്ന് നമുക്ക് ഒറ്റയടിക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ശരിയല്ലേ അലി പാസ്റ്ററെ? ഇവിടെ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെന്റ്, ഹീറാ ഗുഹയിൽ മുഹമ്മദ് ധ്യാനിക്കാനായിട്ട് ഇരുന്ന ഒരു അനുഭവം അവിടെ പറയുന്നുണ്ട്. മുഹമ്മദിന്റെ മക്കളൊക്കെ മരിച്ചു. 6-7 മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. മക്കളൊക്കെ മരിച്ച് അതിൽ മുഹമ്മദ് വളരെ നിരാശനായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അറബികളുടെ ഇടയിൽ ഉണ്ടായ ഒരു ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം ധ്യാനദിനത്തിനായിരിക്കുക എന്നുള്ള ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് തെരഞ്ഞെടുത്തത് ഹീറാ ഗുഹയിലാണ്. അപ്പൊ ഈ ഗുഹയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു ഭയം സാധാരണ എല്ലാ മനുഷ്യനും ഉണ്ടാകും. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഭയം, ആ ഭയം ഒരു ഗുഹയിലാകുമ്പോ പ്രത്യേകിച്ചുണ്ടാകും. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളെ നാട്ടിലൊക്കെ ചില ഗുഹകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ പോയി അതിനകത്തേക്ക് കയറുമ്പോ ഒരു പ്രത്യേക വിറയലായിരുന്നു. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടത്. അപ്പൊ അങ്ങനെ മുഹമ്മദ് ഈ ഗുഹയിൽ ധ്യാനനിരതനായിരുന്നപ്പോൾ മുഹമ്മദിന്റെ ഭയം നമ്മളിപ്പോ രാത്രിയൊക്കെ പോകുമ്പോ, ഞാൻ ചെറുപ്പത്തില് ഒരു 10-15 വയസ്സൊക്കെ ഉള്ള സമയത്ത് രാത്രിയില് സെക്കൻഡ് ഷോക്ക് പോകും ആരും അറിയാതെ. എന്നിട്ട് നടന്നു വരും. അപ്പൊ ഒരു ഇലയൊക്കെ ഇളകുകയാണെങ്കിൽ ഭയങ്കര പേടിയാ. അങ്ങനെ പേടിച്ച് മുഹമ്മദിനുണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഈ ദൂതപ്രത്യക്ഷത എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിലൂടെയാണ് മുഹമ്മദിന് തോന്നുകയാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു ദൂതനാണെന്നുള്ളൊരു തോന്നല് മുഹമ്മദിനുണ്ടായി എന്നും പറയുന്നുണ്ട്. അതല്ല മുഹമ്മദിനെ ഇങ്ങനെ സാത്താൻ നേരിട്ട് വന്നു എന്നുള്ള കാര്യം പറയുന്നത്. എങ്ങനെ ആയാലും മുഹമ്മദിന് ഒരു മാനസിക വിഭ്രാന്തി രൂപപ്പെട്ടു. ആ മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ്
ഈ ഖുർആന്റെ തന്നെ ഉത്ഭവം തന്നെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ധ്യാനത്തിനിരുന്നു അന്ന് അറബികളുടെ ഇടയിൽ ഉണ്ടായത് തഹനൂസ് എന്ന് പറയുന്ന 2 അറബി വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട് സാധാരണ. തഹനൂഫ് എന്നോ തഹനൂസ് എന്നോ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ മുഹമ്മദ് ചെന്ന് ഇരുന്നത് ഗുഹയിൽ വെച്ചുണ്ടായ ആ മാനസിക വിഭ്രാന്തിയിൽ മുഹമ്മദിനെ പിടിച്ച് ഞെക്കി വേദനിപ്പിച്ച് വായിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുകയും അതിന്റെ ഫലമായി മുഹമ്മദ് ഓടി രക്ഷപ്പെടുകയും പിന്നീട് മുഹമ്മദിന് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുകയും ചെയ്തത് ഈ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് ദൈവീകമായ ഒരു അനുഭവത്തിലല്ല, അത് പൈശാചികമാണ് എന്നുള്ളത് 100 പ്രാവശ്യം തന്നെ അല്ലെങ്കിൽ 100% തന്നെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ദൈവികമായിരുന്ന എങ്ങനെ ഉണ്ടാകത്തില്ല. ഇനിയിപ്പോ ബൈബിളിൽ ദൂതപ്രത്യക്ഷം നടത്തിയ വ്യക്തികളെ കുറിച്ച് നോക്ക്, അവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ദാനിയേലിനാ. ദാനിയേലിന് മാനസിക വിഭ്രാന്തി ഉണ്ടായോ? ഭ്രാന്തനായോ? താൻ ലോകാവസാന കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൂതന്റെ പ്രത്യക്ഷതയോടുകൂടി എഴുതി വെച്ചത് നമുക്കറിയാം, ദാനിയേൽ പ്രവചനം. അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാര് നമുക്കറിയാം. അതുപോലെ സക്രിയ പ്രവാചകനെ പ്രത്യക്ഷപ്പെട്ടു, ഒരു അടയാളം കൊടുത്തു, താൻ സംസാരിക്കാതിരുന്നു. ദൂതൻ പറഞ്ഞ കാര്യങ്ങള് നിറവടിയായപ്പോൾ സക്രിയ പ്രവാചകൻ സംസാരിക്കൽ തുടങ്ങി. മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അനുഭവങ്ങളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവം എന്തുകൊണ്ട് മുഹമ്മദിനുണ്ടായില്ല? പേര് പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ മുട്ടാതർക്കമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. നല്ലൊരു ചോദ്യമല്ല, ഉത്തരമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ മുഹമ്മദ് തികച്ചും ഒരു ദൈവികമായ ഒരു അനുഭവത്തിലൂടെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനല്ല, മറിച്ച് ഒരു കള്ളപ്രവാചകനാണ്. തന്റെ ഭാര്യയാണ് മുഹമ്മദിനെ പ്രവാചകനാക്കി മാറ്റിയതെന്നാണ് 100% നമുക്ക് ഉത്തരം ലഭിക്കുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. നമസ്കാരം ജമാല് വന്നിട്ടുണ്ട്. പക്ഷെ കുതിരയിൽ നിന്നാണ് കുതിരയുടെ വിയർപ്പിൽ നിന്നാണ് അള്ളാഹു ഉണ്ടായെന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരിയാണോ? അച്ഛൻ കുഞ്ഞ് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അന്വേഷിക്കുക, അപ്പം മനസ്സിലാവും. പക്ഷെ ഞാൻ സ്പീക്കർ പാനലിലേക്കാണ് വന്ന് കയറിയത് അല്ലേ? ഓക്കെ, ഞാൻ താഴെ ഇരിക്കാം കേട്ടോ, നിങ്ങൾ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ ടൈം കിട്ടിയപ്പോൾ വന്നതാ, നേരത്തെ സംസാരിച്ചിട്ട് പോയതല്ല, അതുകൊണ്ട്. വളരെ നന്ദി, വീണ്ടും വരണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജമാല് പോകണ്ട, കേട്ടോണ്ടിരിക്കാമല്ലോ. ഒന്നും പറഞ്ഞില്ലേ, കേൾക്കുക. ഞാൻ താഴെ ഇരിക്കുന്നത്, മേളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും, അതുകൊണ്ട് താഴെ ഇരിക്കട്ടെ. അല്ല, ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിക്കുമ്പോ അവന് ഉത്തരം കൊടുത്താൽ പോരെ? അല്ല, ഞാനേ ഒരു ഒറ്റ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ മുഹമ്മദിന് പിന്നെ ആ ഹീറ ഗുഹയിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ച് ഇന്ന് വരെ മുസ്ലിം സഹോദരങ്ങളോട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് അവര് ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയില്ല. ഇപ്പം അലിപാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അതായത് ഈ സ്വർഗീയ ജീവികൾ, ഇപ്പോ മലക്ക് അല്ലെങ്കിൽ മാലാഖമാർ, മുസ്ലിങ്ങൾ മലക്കെന്നാണ് പറയുന്നത്, നമ്മൾ മാലാഖമാരെന്ന് പറയുന്നു. ഈ സ്വർഗത്തിലുള്ള സ്വർഗീയ ജീവികൾ ഭൂമിയിൽ വരുമ്പോ തീർച്ചയായിട്ടും മനുഷ്യരെ നമ്മൾ ബലഹീനരാണ്, പരിമിതിക്കുള്ളിൽ ബലഹീനമായ ഒരു ശരീരത്തിലാണ് മനുഷ്യ ജീവികൾ, അതായത് മനുഷ്യരായ നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും സ്വർഗത്തിലെ ദൂതന്മാരുമായിട്ട് അവരുടെ ആ ശക്തിയും ബലവും ആയിട്ട് ഈ നമുക്ക് ഇപ്പൊ താരതമ്യപ്പെടുത്താൻ ഒക്കത്തില്ല, അതായത് ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ. അപ്പോ ഈ സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രത്യക്ഷത ബൈബിളിൽ പല ഇടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഈ സ്വർഗത്തിലെ ദൂതന്മാർ വരുമ്പോൾ ഈ മനുഷ്യരോട് സംവാദിക്കുമ്പോൾ അവരോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറിയയുടെ അടുക്കൽ വന്നപ്പോ ആ മറിയോടും ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ് ഭയപ്പെടേണ്ട എന്നാണ് തുടങ്ങുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഭയമുണ്ടാകും. കാരണം നമ്മൾ മനുഷ്യ ജീവികളാണ്, ഈ ഭൂമിയിൽ മനുഷ്യരാണ്. അപ്പൊ മനുഷ്യരായ നമുക്ക് സ്വർഗത്തിൽ നിന്നും ഒരാൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഞെട്ടി വിറച്ചു പോകും. കാരണം അവരുടെ പ്രത്യക്ഷത അതുപോലാണ് എന്നാണ് ബൈബിളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ ക്ലെയിം ചെയ്യുന്നത് മുഹമ്മദിന് മലക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു ഹീറാ ഗുഹയിലെ സംഭവത്തെ കുറിച്ച് നമ്മൾ വിശദമായി അനലൈസ് ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മലക്കാണെന്ന് പറഞ്ഞത്. ഏതോ ഒരു ശക്തി വന്ന മുഹമ്മദിനെ പിടിച്ച് ഞെക്കുന്നു. ഞെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഞെക്കലല്ല. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. മുഹമ്മദ് അസ്വസ്ഥനാകുകയാണ്, മുഹമ്മദ് വീർപ്പുമുട്ടുകയാണ്, അസ്വസ്ഥനാകുകയാണ്. അപ്പോ ഈ മലക്കെന്ന് പറഞ്ഞ ഈ സ്വർഗത്തിൽ നിന്ന് വന്നെന്ന് പറയപ്പെടുന്ന ഈ മലക്കെന്ന് പറയുന്ന ആള് ഈ വന്ന പാടെ ഊരും പേരും പറയാതെ അല്ലെങ്കിൽ വന്ന ഉദ്ദേശം പറയാതെ ഒരു മനുഷ്യനെ പേടിപ്പിച്ച് ഞെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാക്ഷാൽ വേദപുസ്തകത്തിൽ പറയുന്ന സ്വർഗത്തിലുള്ള ഒരു മാലാഖ അല്ലേ അല്ല. ഇനി അതാരാണെന്ന് ആ ഒരു ദൃശ്യം അല്ലെങ്കിൽ ആ മുഹമ്മദിനുണ്ടായ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാതെ സാത്താൻ തന്നെയാണ്. എന്താണ് അതിന് തെളിവ്? അതിന് തെളിവ് വേണമല്ലോ. തെളിവില്ലാ ചുമ്മാ പറയരുത്. ഇതിന് തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, എനിക്ക് തന്നെ 11-ാം വാക്യമാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ വാക്യത്തിൽ പറയുന്നു, കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. അപ്പോ ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന എന്താണ്? മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട ആ ശക്തി ഒരിക്കലും മാലാഖയാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ മുഹമ്മദിന്റെ ആ വാക്കുകൾ തന്നെ വിശ്വസിക്കാം. അറിയത്തില്ല, പുള്ളിക്ക് ആരാണെന്ന് അറിയത്തില്ല. അപ്പോ വന്ന പാടെ ഈ മനുഷ്യനെ ഞെക്കി പരിഭ്രാന്തനായി ഓടുന്ന ഒരു മനുഷ്യൻ, ഇതൊരിക്കലും ഒരിക്കലും ഒരു സ്വർഗീയ ജീവിയായ മാലാഖ ചെയ്യുകയില്ല. സ്വർഗീയ ജീവിയായ ദൈവത്തിന്റെ ദൂതന്മാരാണ് മാലാഖമാർ അഥവാ ഏഞ്ചൽസ്. അവര് വരുമ്പോൾ ഈ മനുഷ്യരോട് പറയുന്ന വാക്കുകളാണ്, ഭയപ്പെടേണ്ട, ഞാനൊരു നല്ല വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പലപ്പോഴും മുസ്ലിം സുഹൃത്തുക്കളുമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. വളരെ സമാധാനപരമായി ചിന്തിക്കുന്ന രീതിയിലേ ഞാൻ അവരോട് സംസാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, മുഹമ്മദിനുണ്ടായ അനുഭവം മറിയ എന്ന പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം നിങ്ങളൊന്ന് താരതമ്യ പഠനം ചെയ്യൂ, ഒന്ന് ചിന്തിക്കൂ, സംസാരിക്കൂ. ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ മറിയോട് വിശദമായി കാര്യങ്ങൾ പറയുന്നു, വന്ന ഉദ്ദേശം പറയുന്നു, താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു എന്ന് മറിയോട് വളരെ ക്ലിയർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി മാനുഷിക രീതിയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജമാൽ എന്ന സുഹൃത്ത്, അദ്ദേഹം മുസ്ലിമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ജമാലിന്റെ വീട്ടിലോട്ട് വരികയാണ്. ഞാനൊരു അപരിചിതനാണ്. ചിന്തിക്കൂ, ഞാൻ വന്നിട്ട് ആ കതവേലൊന്ന് മുട്ടുകയാണ്. ജമാല് കതവ് തുറക്കുന്നു. നമ്മൾ പരസ്പരം മുൻപ് ഇവന് കണ്ടിട്ടില്ല. ഞാൻ വരുമ്പോൾ ഒന്നുകിൽ ഞാൻ എന്നെ തന്നെ ജമാലിന് പരിചയപ്പെടുത്തണം. ഇനി ഞാൻ മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ അടുത്ത കാര്യം എന്താണ്? ജമാൽ എന്നോട് ചോദിക്കണം, നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്റെ കതവിൽ തട്ടിയത്? നിങ്ങൾ എന്താണ് വന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കണ്ടേ? അപ്പൊ പരസ്പരം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല. വന്നപാടെ ഒരു ശക്തി വരുന്നു, ഈ മുഹമ്മദിനെ പിടിച്ച വന്നവരെ ഞെക്കി ആ മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നു, അസ്വസ്ഥനായി വളരെ ബുദ്ധിമുട്ടുന്നു. ഇതൊരിക്കലും ദൈവത്തിൻ്റെതല്ല, ഒരിക്കലുമല്ല. ദൈവം നമ്മൾ ഒരു മനുഷ്യനെ സകലവും അറിയുന്നു. ഒരു മനുഷ്യനെ അവൻ എന്ത് കഴിവുണ്ട്, എന്ത് കഴിവില്ല, അവന്റെ വിദ്യാഭ്യാസമുണ്ടോ, അവന് വിദ്യാഭ്യാസമില്ലേ, അവന് സംസാരിക്കാൻ കഴിയുമോ, അവന് സംസാരിക്കാൻ കഴിയില്ലേ, എല്ലാം അറിയുന്നവനാണ് ദൈവം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഒരു ദൂതനെ അയക്കുന്നെങ്കിൽ വരുന്നത്. നോക്കൂ, മറ്റൊരു കാര്യം, മുഹമ്മദിന് വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്നു, എഴുതാനും വായിക്കാനും അറിയില്ല. മുസ്ലിം സഹോദരങ്ങൾ വളരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരു കാര്യമാണ്, എഴുത്തും വായന അറിയാത്ത മുഹമ്മദ്. ഇനി ഓക്കെ, എഴുത്തും വായന അറിയാത്ത മുഹമ്മദിനോട് ഈ വന്ന ശക്തി പറയാണ്, ഇക്ര 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 ഇക്ര, വായിക്കൂ വായിക്കൂ. ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന് അറിയില്ലേ? ഈ വന്ന മലക്കിനും അറിയില്ലേ ഇങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത? അത് എത്ര വളരെ കഷ്ടവും നീചവുമാണ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന നിലയിൽ
സാധാരണ ഒരു മനുഷ്യൻ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളിനോട് എഴുതടാ വായിക്കരുത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ആർക്കെങ്കിലും എന്നോട് പറയാ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ഞാൻ സങ്കടപ്പെടും. അയ്യോ കഷ്ടം, ഈ മനുഷ്യന് എഴുതാനും വായിക്കാൻ. ഈ മലക്കെന്ന് പറഞ്ഞ അല്ലെങ്കിൽ മലക്കെന്ന് പറയപ്പെടുന്ന ബർക്കത്ത് നാഫലും ഖദീജയുമാണ് എന്താണ് ഇത് ജിബ്രീൽ ആയിരിക്കുമോ? എങ്ങനെയുണ്ട്? ഇവര് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ദൃക്സാക്ഷിയും അനുഭവസ്ഥനും ആരാണ് ഇവിടെ കഥാപാത്രം? മുഹമ്മദ് നമാഷിമ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. ഏത്? വന്നത് ജിബ്രീൽ ആയിരിക്കാം. അവരങ്ങ് ഉറപ്പിക്കുകയാണ്. അപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ചിന്തിക്കാൻ, ദൈവം എല്ലാ മനുഷ്യർക്കും ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ ദൈവം എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവ്. നമ്മുടെ ആ ചിന്താശക്തി ഉപയോഗിക്കണം. പച്ചക്കള്ളമാണ് ഹീറാ ഗുഹയിൽ ഉണ്ടായത്. പച്ചക്കള്ളം, പച്ച നുണ. ആ നുണ പറഞ്ഞു പരത്തി മനസ്സിലാക്കണം. അതിലൂടെയാണ് ഇന്ന് ഇസ്ലാം എന്നുള്ളൊരു മതം ഉണ്ടായെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് എനിക്ക്, നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇസ്ലാമുള്ള മതത്തിനോട് വെറുപ്പ് അശേഷമില്ല. പക്ഷെ ഒരു കാര്യം ശരിയായി പഠിക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അത് ഇസ്ലാമിക സുഹൃത്തുക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവര് നന്മ മാത്രം. ഈ പച്ചക്കള്ളം ഇത് ഉപേക്ഷിച്ച് കളഞ്ഞ് സത്യവാനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഒരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ല. യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് തന്നെ കുറിച്ച് വെളിപ്പെടുത്തി, വന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി, താൻ പറഞ്ഞതുപോലെ ജീവിച്ചു, താൻ പറഞ്ഞതുപോലെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. മാത്രമല്ല കർത്താവാണ് സത്യം. യേശു കർത്താവ് മാത്രമേ സത്യമുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 4:12 ഏതൊരു മനുഷ്യനും വായിച്ചാൽ അവന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടും. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു നാമവും ദൈവം ജമാല് നൽകിയിട്ടില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കണേ, മ്യൂട്ട് ചെയ്യേ. അത് പറഞ്ഞിട്ട് സമയം തരും. ഞാൻ നിർത്തിക്കോളാം ജമാലെ, അത് ഞാൻ നിർത്തിക്കോളാം. അതായത് വേദപുസ്തകത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിലുള്ള സകല മാനവരാശിയോടും പറയുന്ന ഒരു സത്യമുണ്ട്. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു നാമവുമില്ല മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുക. ഏക നാമം, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് ദൈവം ലോകത്തോട് തന്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവൻ നിത്യന്യായവിധിയിൽ അകപ്പെടാതെ നിത്യജീവൻ ലഭിച്ച് സ്വർഗത്തിൽ എന്നേക്കും സന്തോഷവാനായി സമാധാനപൂർണനായി ദൈവത്തോടൊപ്പം വസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇത്രയും നേരം എന്നെ കേട്ടത് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അതിനിടയിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന ഇക്റഹ് ബിസ്മി റബ്ബിക്കല്ലദീ എന്നാണ് അവിടെ പറയുന്നത്. ഇക്റഹ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ബിസ്മി അള്ളാഹുവിന്റെ നാമത്തിൽ 3 പ്രാവശ്യം ഞെക്കി വായിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ വാസ്തവത്തില് ഈ വന്ന ദൂതന്റെ കയ്യിൽ എന്തെങ്കിലും പുസ്തകം, ഇക്റഹ് എന്ന് പറയുമ്പോൾ വായിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? പേപ്പറോ എന്തെങ്കിലും ഒരു പുസ്തകമോ? ഈ പുസ്തകം കൊണ്ടുവന്നിട്ടാണോ ഈ ദൂതൻ മുഹമ്മദിനോട് വായിക്കാനായിട്ട് പറഞ്ഞു? അല്ലെങ്കിൽ ഈ ദൂതൻ പറയുമായിരുന്നു കുൽ എന്ന വാക്ക് പറയുക. ഈ വായിക്കാൻ അറിയാത്ത മുഹമ്മദിനോട് എങ്ങനെയാണ് കുൽ അല്ലെങ്കിൽ ഇക്റഹ് ബിസ്മി റബ്ബിക്കല്ലദീ എന്നുള്ള വാക്ക് ദൂതൻ ഉപയോഗിക്കുക? വായിക്കാനും എഴുതാനും അറിയാത്ത വ്യക്തിയോട് അല്ലെങ്കിൽ പറയണമായിരുന്നു കുൽ പറയുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, സംസാരിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ആ കുൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ഇക്റഹ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ മിൻ ഇൻസാന മിൻ ഖലഖ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ അതിനുള്ളൊരു മറുപടി ജമാല് തരും എന്നാഗ്രഹിക്കുന്നു. തീർച്ചയായും അലിഭായ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ. വളരെ സിമ്പിൾ അല്ല, വളരെ 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 സിമ്പിളാണ്. ഓക്കെ, ഇപ്പൊ ശരിയായിട്ടെന്ന് വിചാരിക്കുന്നു.
ഈ അലിബായ് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇക്ര എന്ന് പറഞ്ഞത് എന്നോടാണ് അലിബായ്, നിങ്ങളോടും കൂടിയാണ്. നിങ്ങളോടാണത് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് മുഹമ്മദിനെതിരെ ഇടയ്ക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? നമ്മുടെ വ്യക്തിപരമായ നമ്മളും നമ്മുടെ സൃഷ്ടാവ് എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഖുർആനെ സമീപിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ താങ്കൾ തന്നെ പിന്നെ അതിനുള്ള ഉദാഹരണങ്ങളും അതിൻ്റെ കാര്യങ്ങളും കൊണ്ടുവന്ന്. അപ്പോൾ ഇക്ര എന്ന് പറയുന്നത് വായിക്കാൻ അറിയാത്ത മുഹമ്മദിനോടല്ല, നമ്മളോടാണ് പറയുന്നത്. മുഹമ്മദിനൊരൊറ്റ പ്രത്യേകതയുള്ളൂ, ഈ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ മാലാകമാരുടെ കാര്യം ക്രിസ്റ്റ് പറഞ്ഞു. മാലാകമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജിബ്രീൽ, ജിബ്രീൽ, മീക്കായിൽ, അസ്രായിൽ, ഇസ്രാഫിൽ, അങ്ങനെ കുറേ മാലാകകളുണ്ട്. അവർക്ക് ഓരോ ദൗത്യങ്ങളുണ്ട്. ഇവിടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ജിബ്രീലിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ദിവ്യ ബോധനങ്ങളെ ജനങ്ങളിലേക്ക് അദ്ദേഹം, അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനാണ് ജിബ്രീൽ എന്ന മാലാക. അതിന് മാത്രമേ അദ്ദേഹത്തിന് ബാധ്യതയുള്ളൂ. അതിൻ്റെ രീതിയിലാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്നത് ജിബ്രീലാണെന്ന് ജിബ്രീൽ പറഞ്ഞോ? ജൂലിന് ജിബ്രീലാണെന്ന് ഈ മലക്ക് പറഞ്ഞോ ജമാലെ? ചുമ്മാ തള്ളാതെ. അല്ല, ജിബ്രീലാണെന്ന് ഈ ജിബ്രീൽ ഈ വന്ന് കഴുത്തിൽ പിടിച്ച ആള് ജിബ്രീലാണെന്ന് പറഞ്ഞോ? യാഷിന് ദേഷ്യം വരണം, അതായത് അല്ല, സത്യം എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം ദേഷ്യമില്ല. വരണം. ഞാൻ ശരിയാണ്, പഠിക്കാൻ വേണ്ടി ചോദിച്ചതാ. പഠിക്കാൻ വേണ്ടി ചോദിച്ചു. ഈ ജിബ്രീലാണെന്ന് താങ്കൾ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു പോകും. കേൾക്കാൻ ഞങ്ങൾ ഇത് ഇരിക്കുക. ഞാൻ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങളൊക്കെ പറഞ്ഞത്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജിബ്രീലിനൊരു ജോലിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ജിബ്രീലിനെ സൃഷ്ടിച്ചത്. പിന്നെ മീക്കായിലിന് വേറൊരു ജോലിയാണ്, ഇസ്രായേലിന് പിന്നെ റൂഹിനെ പിടിക്കുന്ന ജോലിയാണ്. അതായത് മരണത്തിൻ്റെ ഉത്തരവാദിത്തം പിടിക്കുന്നത് അതൊന്നും നമ്മള് ചോദിച്ച അദ്ദേഹം ചോദ്യമല്ലല്ലോ. ചെയ്യും. നമ്മളിപ്പോ ഇറാഖ് അല്ല, ഗുഹയിൽ ഞാൻ വന്ന ക്രിസ്ത്യനോടാണ് കാര്യങ്ങളെ പറഞ്ഞത്. കുറിച്ച് മറുപടി പറയൂ. പറയട്ടെ. അപ്പോൾ ഹിറാ ഗുഹയിൽ വന്നത് എത്ര സത്യസന്ധമായിട്ടാണ് അപ്പോൾ ആ ഖുർആൻ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോട് ഏത് രീതിയിലാണ് അത് സംവദിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എന്നോടത് പറയണേ ഇക്ര, എനിക്ക് വായിക്കാൻ ഞാൻ വായിക്കണം, എനിക്ക് വായിച്ചേ പറ്റൂ. ഇക്ര എന്ന് പറയുന്നത് എന്നോടാണ്, മുഹമ്മദിനോട് മാത്രമല്ല. ഈ ഖുർആൻ മുഹമ്മദിനെ മാത്രമായിട്ട് അവതരിച്ചതാണെങ്കിൽ പിന്നെ സോറി എന്തിനാണ് നമ്മൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജമാൽ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ജമാല് എനിക്ക് പറയുന്നതിൽ വേണ്ടിയിട്ടാണ്, ഞാനാണ് ഒരുപാട് ദൈവത്തെ പൊരുത്തക്കേടുണ്ട്. കണ്ടെത്തേണ്ടത്. അല്ല, ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കാര്യമില്ല ജമാല്. അല്ല, അല്ലല്ല, അതായത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഇക്ര എന്നുള്ള ആ ശബ്ദം ആരോടാണ് പറഞ്ഞത്? ജമാലിനോടോ എന്നോടോ ലോകത്തുള്ള അത് നമ്മളോട് മറ്റുള്ള മനുഷ്യരോടാണോ പറഞ്ഞത്? പരിശുദ്ധ അതിനെന്താ തെളിവ്? ഖുർആനാണത്. അല്ല, പരിശുദ്ധ അതങ്ങനെ ഖുർആനാണത് തെളിവ്. അല്ല. പരിശുദ്ധ ഈ ഖുർആൻ ഇന്നും ജമാലിന്റെ ഒരു വ്യാഖ്യാനം അവശേഷിക്കുന്നു, തരല്ലേ? ഇന്നും നമ്മുടെ ജമാലിന്റെ ഒരു ഇന്നും വ്യാഖ്യാനം വളരെ തരല്ലേ വ്യക്തമാണ്. പ്ലീസ്? ജമാലിന്റെ വ്യാഖ്യാനമാണ് താങ്കളുടെ മനോമുഖരത്തിൽ ഉദിച്ച ഒരു ചിന്ത. അതിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിന്റെ ഒരു വാല്യൂഡും ഇല്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ആരോടാ പ്രശ്നം എന്താണ്? സംസാരിക്കുന്നത്? നിങ്ങൾ അല്ല, ജമാലിനോടോ ഞാൻ മുഹമ്മദിനോടോ അദ്ദേഹം മുഹമ്മദ് നബിയോടാണോ സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്നത്? ജമാൽ അല്ല സംസാരിക്കട്ടെ. അല്ല ജമാലിന് സിസ്റ്ററെ, പറയാനുള്ളത് അല്ല കേൾക്കാം. ജമാലിന് പറയാനുള്ളത് കേൾക്കാം. അല്ല ജമാൽ ഈ പറഞ്ഞോളൂ. പറയുമ്പോ അതെ അതിനൊരു താങ്കൾ ഒരു പഠിച്ചതല്ലേ? ക്ലാരിറ്റിയോട് കൂടി അദ്ദേഹം പഠിച്ചതല്ലേ? ക്രൈസ്റ്റ് ബ്രദറെ, അദ്ദേഹം പഠിച്ചതല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. നമുക്ക് കേൾക്കാം, ക്രൈസ്റ്റ് സമാധാനമായിട്ട് ബ്രദറെ, കേൾക്കാം. അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ഓക്കെ. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം അദ്ദേഹം പറയുന്നു. പക്ഷെ ഖുർആന്റെ പുറത്താണ് അദ്ദേഹം പറയുന്നെങ്കിൽ നമുക്ക് കേൾക്കാം അത്. അതാ പറഞ്ഞ, അത് വാലിഡ് ആയിട്ട് പറയണം. ഖുർആനുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് ചോദിക്കാം ബ്രദറെ, അത് ചോദിക്കാം. ലെറ്റ് ഹിം സേ വാട്ട് ഹി നിങ്ങൾ നോസ്. നിങ്ങൾ പറയുന്നതിനല്ല എനിക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയാവുന്നതല്ലേ പറ്റുള്ളൂ. പറയുള്ളൂ. അദ്ദേഹം പറയട്ടെ, ഒരു അവസരം മാലാകമാരെ കൊടുക്കാം. കുറിച്ചല്ലേ നിങ്ങൾക്ക് സംശയം? നിങ്ങൾ പറയുന്നത് ജിബിരിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയം വന്നു. അപ്പൊ സംശയമൊന്നുമില്ല. എന്താണ് ജിബിരിൽ? ജമാലിന് അറിയാവുന്നത്, ജമാൽ അപ്പോ വിശ്വസിക്കുന്നത് പറഞ്ഞോളൂ. അപ്പൊ പിന്നെ ഈ കഥ കേട്ടിരിക്കാന്നുള്ളതൊരു വലിയ അർത്ഥമൊന്നുമില്ല. അതായത് മാലാക ജിബിരിൽ എന്താണെന്നുള്ളത് അറിയണ്ടേ? എന്നാലല്ലേ അതിന് മനസ്സിലാവുള്ളൂ. ഇത് ജിബിരിലാണോ വന്നത്, മറിയത്തിൻ്റെ അടുത്ത് വന്നത് ഏത് രൂപത്തിലായിരുന്നു, പിന്നെ പ്രവാചകന്റെ അടുത്ത് വന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാകണ്ടേ? അപ്പോൾ ഇത് ഇത്രയും നിഷ്കളങ്കമായി നിങ്ങൾ പിന്നെ ഭയന്ന് ബൈബിളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്ന്. അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്ന എല്ലാ ചരിത്രങ്ങളും. അദ്ദേഹം പേടിച്ച് വിറച്ചു, പേടിച്ചു പോയി. അദ്ദേഹം സാധാരണ മനുഷ്യനായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഇത് കുറേ കാര്യങ്ങൾ ചിന്തിക്കാണ്ട്. മറിയം എവിടെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നു? എവിടെ ഇരിക്കുമ്പോഴാണ് മറിയം വന്നത്? എന്ത് ചിന്താഗതിയിൽ മുഹമ്മദ് ഇരിക്കുമ്പോഴാണ് ഇവർ വന്നത്? ഇതൊക്കെ അതിനോട് യോജിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ മുഹമ്മദ് തീർച്ചയായും അന്നത്തെ സാഹചര്യങ്ങളോടും അന്നത്തെ സാമൂഹിക ചുറ്റുപാടുകളോടും പിന്നെ വേറിട്ട് നിൽക്കാൻ വേണ്ടി ആ ഗുഹയിൽ വന്ന ഒരു തപസ്സിൻ്റെ പോലെയുള്ള ഒരു രൂപത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു. മറിയം അതുപോലെ തന്നെ ഭജനയിരിക്കുന്ന ഒരു മറിയം എന്ന കന്യകയായ ഒരു പെൺകുട്ടി, അതായത് ആൺകുട്ടിയാണ് ജനിക്കുക എന്ന് കരുതിക്കൊണ്ട് അവരുടെ മാതാപിതാക്കൾ പള്ളിയിലേക്ക് നേർച്ച ചെയ്യുന്നു.
അങ്ങനെ അവർ ഭജനം ഇരിക്കുന്ന സമയത്ത് ആ സ്ഥലത്താണ് ജിബ്രീൽ വരുന്നത്. ഇതേപോലെ തനിച്ചിരിക്കുമ്പോഴാണ് മുഹമ്മദ് വരുന്നത്. ഒരുപാട് സാമ്യതകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കേണ്ടി വരില്ല. അപ്പോൾ സത്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ അതിനെ നുണയാക്കി മാറ്റാൻ ഒരുപാട് സംസാരിക്കേണ്ടി വരും ബ്രദറെ. ഓക്കെ, ഇനി നിങ്ങൾ സംസാരിച്ചോളൂ. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. ഓക്കെ ഞാൻ ഒരു ഓക്കെ സാഹചര്യം ഓക്കെ പറഞ്ഞതാണ്. ഓക്കെ അല്ല ഓർമ്മ വന്നതൊക്കെ പറഞ്ഞല്ലോ, വളരെ നന്ദി. അപ്പൊ കെട്ടുകഥകളാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നതാണ് ശരിയായ കഥകൾ, ശരിയല്ലേ? തീർച്ചയായും 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 അങ്ങനെ തന്നെയാണ്. ഓക്കെ, നല്ല വിശ്വാസം. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. എന്റെ കുഞ്ഞിതൊക്കെ എവിടുന്നാ വിശ്വാസം പഠിച്ചത്? ശരിയാണെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ. എന്റെ വിശ്വാസം, താങ്കളുടെ കുഞ്ഞ് വിശ്വാസം എവിടുന്നാ ശരിയാക്കി ഇതൊക്കെ എടുക്കുമ്പോൾ പഠിച്ചത്? താങ്കളും എവിടുന്നാണ്? രക്ഷപ്പെടും. ജമാൽ എവിടുന്നാ ഇതൊക്കെ കേട്ടത്? വായിച്ചതാണോ? നീ കെട്ടുകഥകളൊക്കെ വായിച്ചു പഠിച്ചതാണോ? അല്ല, ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ്, അന്വേഷിച്ച് നടന്നതാണ്. ഞാൻ എവിടെ എന്താണ് എന്റെ അന്വേഷിച്ചത്? ദൈവം, എന്റെ ദൈവം ഇന്റർനെറ്റ് ആണോ? എന്താണെന്ന് പറയട്ടെ ഇന്റർനെറ്റിലാണോ സിസ്റ്ററെ. അന്വേഷിച്ചത്? എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടെത്തൽ എൻ്റെ ബാധ്യതയായിരുന്നു. ഞാനത് കണ്ടെത്താൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഓക്കെ ഏറ്റവും അനുകൂലമായിട്ടും ഏറ്റവും വ്യക്തമായിട്ടും എന്നെ പഠിപ്പിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോയി. പക്ഷേ എനിക്ക് മറ്റുള്ള ഗ്രന്ഥങ്ങളെ ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. അത് ഞാൻ വായിക്കാറുണ്ട്, അതിലെ നല്ല കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷെ അതിലൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ ഖുർആൻ ഓക്കെ പഠിച്ച അല്ലല്ല, ഏത് ആളുകൾക്ക് മറ്റ് പുസ്തകം ഗ്രന്ഥങ്ങളിലുള്ള വായിക്കാറുള്ളത്? കാര്യങ്ങളെ ഒരു മറ്റു മിനിറ്റ് ഒന്ന് കാര്യങ്ങൾ നമുക്ക് ചോദിക്കട്ടെ. മനസ്സിലാക്കാൻ പറ്റും. അല്ലല്ല, റേഡിയോ പോലെ പറയാതെ കുറച്ച് താങ്കൾ കേട്ടു. ഞാൻ ചോദിക്കുന്ന ഒന്ന് രണ്ട് ഇല്ലില്ല, ചോദ്യങ്ങൾക്ക് നേരിട്ടുത്തരം പറയൂ. താങ്കൾ ഖുർആൻ ഫുള്ളായിട്ട് മലയാളത്തിൽ വായിച്ചിട്ടുണ്ടോ? താങ്കളുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണോ അതോ എൻ്റെ അറബിയാണോ? മാതൃഭാഷ മലയാളം തന്നെയാണ്. ഞാൻ തമിഴ് വായിക്കാറുണ്ട്, ഓക്കെ ഇംഗ്ലീഷ് വായിക്കും, ഹിന്ദി കുറച്ചൊക്കെ ഓക്കെ വായിക്കും. പക്ഷെ അങ്ങനെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളൊന്നും ഓൾ ഹിന്ദിയിൽ റൈറ്റ്. വായിച്ചിട്ടില്ല. അപ്പോ ഖുർആൻ ഏത് ഭാഷയിലാണ് വായിക്കുന്നത് താങ്കൾ? ഖുർആൻ പരിശുദ്ധ അറബിയിലാണ് സോറി, വായിക്കേണ്ടത്. എല്ലാ മുസ്ലിങ്ങളും പരിശുദ്ധ പരിശ് അറബി ഓക്കെ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ ഓക്കെ ഓൾ റൈറ്റ്. വായിച്ചെടുക്കുന്നത്. പിന്നെ അപ്പൊ അറബി അതിന് നന്നായിട്ട് അറിയാം വിശദീകരണങ്ങൾ നമ്മൾ താങ്കൾക്ക്? അറബി നന്നായിട്ട് അറബി അറിയാം താങ്കൾക്ക്? വായിക്കാം? നന്നായിട്ടൊന്നും അറിയില്ല. അതിപ്പോൾ ആ അറബികളടക്കം പരിശുദ്ധ ഖുർആനിൽ അറബി പഠിക്കേണ്ടി വരും. അതിന്റെ ഓഹോ തജ്വീദും ഹോ. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി അപ്പൊ വരുമല്ലോ. അറിയാത്ത അപ്പോൾ കാര്യങ്ങളാണ് വായിക്കുന്നത് അല്ലേ? അറിയാത്ത കാര്യങ്ങൾ വായിക്കുന്നത്, അറിയാത്ത കാര്യങ്ങളോ അറബിയിൽ നമ്മൾ വായിച്ച അന്വേഷിക്കണമല്ലോ. അറിയില്ലല്ലോ. അത് എൻ്റെ സിസ്റ്റർ, അന്വേഷിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു എങ്ങനെ? അന്വേഷിക്കണമല്ലോ. ഇടയിൽ അന്വേഷണം കയറി പിന്നെ അറബിയിൽ പറയരുത്. വായിച്ച് അറബിയിൽ ജമാലെ വായിച്ചിട്ട് അതിനെ ജമാലെ ഒഴിവാക്കി ഇതൊരു കളയാണോ? ജമാലെ ഇതൊരു ചോദ്യോത്തര വേളയാണ്. നിങ്ങൾ ഇടയിൽ കയറി പറയേണ്ട ആവശ്യമില്ല. അല്ല, ചോദ്യം ഞാൻ ശരിക്ക് ഉത്തരം കേൾക്കും. പറയണ്ട. ഞാൻ അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ച് നിർത്തണം. ഞാൻ പറയുന്നതിന്റെ ചോദിച്ചിട്ട് ഇടയിലാണ് നിർത്താം. നിങ്ങൾ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുക ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് മുമ്പേ താങ്കൾ ഇടയിൽ കയറുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത്, ഒരു താങ്കൾ കാര്യം പറഞ്ഞു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചോദിക്ക്. അതായത് ഇങ്ങനെ കുറെ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഡയറക്റ്റ് ചോദിച്ചോളൂ. ഇല്ലില്ല, നിങ്ങൾക്ക് അറബി അറിയോ? അപ്പൊ ഞാൻ പറയും ഞാൻ ഇല്ല, ചോദിച്ചത് അല്ലെങ്കിൽ ഉണ്ട്. ഞാനിപ്പോ ചോദിച്ചത് താങ്കളുടെ മാതൃഭാഷ ഏതാണ്? താങ്കൾ 3 ഭാഷ പറഞ്ഞു, അതിൽ അറബി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് താങ്കൾ വായിക്കുന്നത് അറബിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ അറബിയിൽ വായിച്ചാൽ താങ്കൾക്ക് ഇത് മനസ്സിലായിട്ടാണോ വായിക്കുന്നത്, അതോ ഓതി പോവുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറയൂ. അതെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അറബി പഠിക്കാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അറബി പഠിക്കും. ഖുർആനിലേക്ക് സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറബി പഠിക്കും. അല്ലാതെ ബൈബിളോ മറ്റ് ഗ്രന്ഥങ്ങളെ പോലെ യഥാർത്ഥ സംസ്കൃതം പഠിക്കണം. എങ്കിൽ പിന്നെ യഥാർത്ഥത്തിലുള്ള വാക്കുകളുടെ നമുക്ക് വേദഗ്രന്ഥങ്ങൾ വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം അതിന് നിങ്ങൾ എന്റെ ടീച്ചർ അല്ലല്ലോ സിസ്റ്റർ. നിങ്ങൾ ഒരുപാട് കളവ് പറയുന്ന ആളായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ കളവ് പറയൂ. ഞാൻ എന്തൊക്കെ കളവ്, എവിടെയൊക്കെ കളവ് പറഞ്ഞു? ഒരു ആരോപണം വെക്കുമ്പോൾ തെളിവ് വേണം, അല്ലെങ്കിൽ അല്ല, എന്റെ ടീച്ചർ അല്ലല്ലോ നിങ്ങൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് കിളി പറയുന്നത് പോലെ പറയണമെന്നാണോ നിങ്ങൾ വാശി പിടിക്കുന്നത്? ഞാൻ എന്താണ് നുണ പറഞ്ഞത്? ഇവിടെ ജമാലെ ചോദിച്ചതിന് മറുപടിയാ വേണ്ടത്, അല്ലാതെ ജമാല് പറഞ്ഞ കാര്യങ്ങളല്ല. ഇവിടെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളും ഈറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് ഈറാ ഗുഹയിൽ വെച്ച് സംഭവിച്ചതായ കാര്യങ്ങൾ ഹദീസുകളിൽ സഹിയായ ബുഖാരിയിൽ രേഖപ്പെടുത്തുകയും മുഹമ്മദിനെ ഞെക്കി വായിപ്പിക്കാൻ ശ്രമിച്ച ദൂതൻ പരാജയപ്പെടുകയും ഓടുകയും മുഹമ്മദ് മാനസിക രോഗങ്ങൾ സംഭവിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെ ഖുർആന്റെ യഥാർത്ഥ സത്യമാണ് ഞങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ജമാല് പറഞ്ഞ കാര്യങ്ങൾ വേറെയാണ്. ബ്രദറെ, അദ്ദേഹം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ കഥകളൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ? അപ്പൊ ഏത് പുസ്തകത്തിൽ നിന്നാണ്? അപ്പൊ ഖുർആൻ അദ്ദേഹം അറബിയിൽ വായിക്കും, പക്ഷെ അദ്ദേഹത്തിന് അറബി അറിയില്ല. അതായത് അതറിയാനായിട്ട് വേറെ പുസ്തകങ്ങൾ വായിക്കണം. അപ്പൊ ഏത് പുസ്തകമാണ് ജമാൽ വായിച്ചതെന്ന് പറയൂ.
ഞാനൊരു 100 ഗ്രന്ഥങ്ങളെങ്കിലും ചുരുങ്ങി 100-150 ഗ്രന്ഥങ്ങളുടെ ഉള്ളിൽ ഞാൻ ഓക്കെ. വായിച്ചിട്ടുണ്ട് മെയിൻ സിസ്റ്റർ. ആയിട്ട് എവിടുന്നാണ് താങ്കൾ ഈ കഥകൾ ഇപ്പൊ പറഞ്ഞല്ലോ? മറിയം ഞാനല്ല എവിടെയോ കഥ പറഞ്ഞത്, തപസ്സിരുന്നു. നിങ്ങളൊക്കെയാണ്. ഞാനിവിടെ കഥ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. തപസ് താങ്കൾ പറഞ്ഞു തപസ്സിരുന്നു, കന്യക പോയിട്ട് എന്താണ് മെഡിറ്റേറ്റ് എന്ത് വാക്കാ പറഞ്ഞത്? കന്യകയായ സ്ത്രീ മറിയം പോയി ഭജനയിരുന്നു ഭജന ഭജനയിരുന്നു അത് അത് മറന്നുകൊണ്ട്. ഭജനയിരുന്നു, മുഹമ്മദ് നബി പോയി തപസ്സിരുന്നു എന്നൊക്കെ കഥകൾ പറഞ്ഞല്ലോ. അത് എവിടുന്നാണ് വായിച്ചത്? കൃത്യമായിട്ട് ബുക്കിന്റെ ഓർമ്മ എനിക്കിപ്പോ പറയാൻ പറ്റില്ല, അറിയില്ല. ബുക്ക് 150 പുസ്തകം വായിച്ചതിൽ ഒരു പുസ്തകത്തിന്റെ പേര് ഓർമ്മയില്ല. ഇസ്ലാമിക ചരിത്രങ്ങൾ, അതായത് ഓരോ 10 വർഷത്തിൽ ആരെഴുതിയത്? 10 ബുക്കെങ്കിലും ഇറങ്ങുന്നുണ്ട്. ആരെഴുതിയ ഗ്രന്ഥം ഏത് പണ്ഡിതന്റെ ഗ്രന്ഥം? അല്ല ടീച്ചറെ, നിങ്ങളിപ്പോ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച ബുക്കുകളിലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. ബുക്കിന്റെ പേര് അല്ല പറയാൻ ജമാലെ പറയാൻ ഇവിടെ പറ്റും. ചോദിച്ചതിന് മറുപടി ഞാനിപ്പോ അങ്ങോട്ടുള്ള വായിച്ചോണ്ടിരിക്കും. ക്വസ്റ്റ്യൻ വേണ്ടത്. നിങ്ങൾ ചോദിച്ചതിന് എന്താണ് മറുപടി ബ്രദറെ നിങ്ങൾ ഞാൻ എന്താണ് ഹാൻഡിൽ ചെയ്യാം. ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് വരൂ, അല്ലാതെ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. താങ്കൾ ഈ കഥ പറഞ്ഞു, കന്യക ഭജന ഇരുന്നു, മുഹമ്മദ് നബി തപസ്സിരിക്കാൻ പോയി. അപ്പൊ പേരില്ലാത്ത പുസ്തകത്തിൽ നിന്നാ വായിച്ചത്? പേരില്ലാത്ത പുസ്തകം അങ്ങനെയൊന്നുമില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ പറഞ്ഞ കഥകളില്ലേ, അതൊക്കെ അവിശ്വസനീയമാണെന്ന് പറയാൻ പറ്റുന്ന, തെളിയിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളായിരിക്കും ഞാൻ വായിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും എനിക്കത് പറയാം. ഓക്കെ. 150 പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒരൊറ്റ പുസ്തകത്തിന്റെ പേര് പോലും ഓർമ്മയില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം എഴുതിയ കുറെ പേരുണ്ട്. ഏതെങ്കിലും ഒരാളുടെ പേര് പറയൂ. താങ്കൾ പക്ഷെ പണ്ഡിതനായിട്ടല്ലേ ഇപ്പൊ പറയുന്നത്. താങ്കൾ ലെറ്റ് മീ കംപ്ലീറ്റ്. താങ്കൾ പറഞ്ഞു ഞാൻ പറയുന്നത് നുണയാണെന്ന്, പ്രസിദ്ധമാണെന്ന് പറഞ്ഞു. ഒരു തെളിവ് വെക്കാനുണ്ടോ താങ്കളുടെ കയ്യിൽ? ഇല്ല. അപ്പോ ആരോപണം വ്യർത്ഥം. ഞാൻ പറഞ്ഞ ഒരു നുണ എന്നിട്ട് അതിന്റെ തെളിവ് വെക്ക്, കേൾപ്പിക്ക്. ഞാൻ പറഞ്ഞ നുണ, ഞാൻ എന്തെങ്കിലും കാര്യം ഇവിടെ തെളിവില്ലാത്ത കാര്യം പറഞ്ഞു, ഞാൻ തെളിവില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് എടുത്തിട്ട് വാ. അതൊന്ന്. രണ്ടാമത്, താങ്കൾ ഇവിടെ ഏറ്റവും വലിയ നുണ പറഞ്ഞു. താങ്കൾക്ക് ഒരു വായനാശീലവും ഇല്ല. മദ്രസയിലും അവിടെയും ഇവിടെ വയൽ കേട്ട പൊട്ടത്തരങ്ങളാണ് ഇവിടെ ഒന്ന് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 150 പുസ്തകം വായിച്ചാൾക്ക് ഒരു പുസ്തകത്തിന്റെ പേര് പോലും ഓർമ്മയില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം ആരെഴുതി ചരിത്ര ഗ്രന്ഥം ചോദിച്ചാൽ അതിന്റെ പേര് പോലും ഓർമ്മയില്ല. എന്തൊരു ഉളുപ്പ് വേണം സാറേ, ഒരു ഉളുപ്പ് വേണം ഇങ്ങനെയൊക്കെ വന്ന് തട്ടിവിടുമ്പോ. ഖുറാൻ പോലും വായിച്ചിട്ടില്ല, ബൈബിൾ തൊട്ടിട്ടേ ഇല്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ നിന്ന് പറയുകയാണ് ഞങ്ങൾ പറയുന്നത് കെട്ടുകഥകളാണെന്ന്. ഇത് മുഹമ്മദിന്റെ ഒരു ട്രിക്കാണ്, ഞങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. മുഹമ്മദിന് 8 വട്ടം തിരിയാത്ത ഒരാള് ഊഹിച്ച് കഥകൾ എഴുതിയെന്ന് നിങ്ങളുടെ ഖുറാൻ 2:77-78 പറയുന്നുണ്ട്. സ്വന്തം കൈകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ പൊട്ടക്കഥകൾ എഴുതി ഉണ്ടാക്കുന്നത് മുഹമ്മദ് തന്നെയായിരുന്നു. ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ആൾ. ഊഹവും അവിടെ ഇവിടുന്ന് കേട്ടത് ആളെ വെച്ച് കഥ എഴുതിച്ച് പൊട്ടക്കഥകള് പോയി വായിച്ചു നോക്ക്. 2 പശു എഴുതിയ പുസ്തകം 77-78 അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വന്തം കൈകൊണ്ട് ഊഹാപോഹങ്ങളെ എഴുതി ഉണ്ടാക്കുന്നവർക്ക് നാശം. അതാണ് നശിച്ചിപ്പം കുഴിയിൽ കിടക്കുന്നത്. മുൻകീറിന്റെ നക്കീറിന്റെ അടി കൊണ്ടുകൊണ്ട് വിഷം ഭാര്യമാരുടെ കയ്യിൽ മേടിച്ചു കുടിച്ചിട്ട് സ്വന്തം നാശം. അതേസമയം ഈസാ നബിയെ അള്ളാഹു പൊക്കിക്കൊണ്ട് പോയി സ്വർഗത്തിലിരുന്ന് പുള്ളി നമസ്കാരം ചെയ്ത് അവിടെ സക്കാത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് 2 നേരം ആഹാരം കൊടുക്കുന്നുണ്ട് അള്ളാഹു. ഒന്ന് ആലോചിച്ച് നോക്കണേ ജമാലെ. നാശം സ്വയം എഴുതി വെച്ചു ആർക്കാ അസൂയ? ഇവിടെ ആർക്കാ അസൂയ? കുഴി കിടക്കുന്ന ആളെ പറ്റിയാണോ ഞങ്ങൾക്ക് അസൂയ? അതോ സ്വർഗത്തിലിരിക്കുന്ന ആളെ പറ്റി നിങ്ങൾക്കാണോ അസൂയ? നിങ്ങൾക്കാണോ അസൂയ? ഞങ്ങൾക്കാണോ? നിങ്ങൾ കള്ള ആരോപണങ്ങൾ ഉണ്ടാക്കി ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു തെളിവ് കൊണ്ടുപോവാ, പോയിട്ട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ പറഞ്ഞ നുണയുടെ തെളിവ് കൊണ്ടുവേണം വരാൻ. രണ്ടാമത്, ഇവിടെ കെട്ടുകഥകൾ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരൊറ്റ പുസ്തകം വായിച്ചിട്ടില്ല. 150 പുസ്തകം വായിച്ച ആൾക്ക് ഒരു പുസ്തകത്തിന്റെ പേര് പറയാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം ആരെഴുതിയതാ? വബ്ബ. എന്തിനാ ജമാല ഇങ്ങനെ തേഞ്ഞുട്ടുന്നത്? സത്യമായിട്ട് ജീവിക്കാൻ പഠിക്കൂ. നിങ്ങൾ മുഹമ്മദിനെ പോലെ ജീവിക്കരുത്.
സത്യസന്ധരായിട്ട് ജീവിക്കൂ. ഞങ്ങൾ ഇവിടെ സങ്കടപ്പെടണ്ട വായിക്കുന്നതെല്ലാം സിസ്റ്ററെ, തെളിവ് സങ്കടപ്പെടണ്ട. വെച്ചിട്ടാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ബോധം വരുന്ന ഒരു കാലം ഉണ്ടാവും. സങ്കടപ്പെടണ്ട, അതൊക്കെ ശരിയാവും. കരയണ്ട. ആശയത്തെ ആശയം കൊണ്ട് നേരിടും. ഞാനിവിടെ തെളിവ് വെച്ചിട്ട് ഇതാ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. മിസാനുൽ ഹക്ക് 3-ാം ഭാഗം. ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗം ഇവിടെ ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ഇതേ വിഷയത്തിൽ തന്നെയാണ്. മുഹമ്മദിനെ ആര് പ്രവാചകനാക്കി, ഇതിനെപ്പറ്റി തന്നെ ഇതിന്റെ ഒരു ഈ മിസാനുൽ ഹക്ക് എഴുതിയ ഫാൻഡർ അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിലെ പേർഷ്യയിലെ അല്ലെങ്കിൽ ഇറാനിലെ ഇറാഡ എന്ന സ്ഥലത്ത് നിങ്ങൾ പോയി തെളിവെടുത്തോണ്ട് വാ. നിങ്ങൾ ഞാൻ പറഞ്ഞു നുണയുടെ തെളിവില്ലാതെ നുണകൾ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് തെളിവ് വേണ്ട. ആരോ പറഞ്ഞു വിശ്വസിക്കുന്ന ആളാണ് താങ്കൾ. പ്രിയ സ്നേഹിത, നിങ്ങൾ പോയാലും ഇല്ലെങ്കിലും അതായത് തെളിവില്ലാതെ ഈ റൂമിനകത്ത് പറയാൻ പറ്റില്ല. ഈ സഹോദരി തെളിവില്ലാതെ പറഞ്ഞാലും അവിടെ തെളിവ് വെച്ച് പറയാൻ പറയും, അതറിയാമോ? അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ റൂമിനകത്ത് വന്നിട്ട് നിങ്ങൾ കഥ പറയുന്നു അത് പറയുന്നു എന്നൊക്കെ പറഞ്ഞാല് സോൾജാബിനെ അതിനൊരു അഭിപ്രായം പറഞ്ഞ അതിനുശേഷം ലീസിസ്റ്റർ പറയട്ടെ. ഞാന് ക്രിസ്റ്റ് എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ സംസാരിച്ചു. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും അദ്ദേഹം വെച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ സംസാരിച്ചു. ഓ, അപ്പൊ അതാണ് ഇവിടെ ഞങ്ങൾ തെളിവ് വെച്ചാ സംസാരിക്കുന്നത്. സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ജമാല് പറഞ്ഞത് കൊണ്ട് ജമാലെ അല്ല, മാലാഖമാരെ കുറിച്ച് താങ്കൾക്കൊന്നും അറിയില്ലായിരുന്നു. അതെന്താണെന്ന് ഒരു മിനിറ്റ് ജമാലെ മ്യൂട്ട് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാ. ഓക്കെ, ബൈ ബൈ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഞാൻ ഇവിടെ സംസാരിച്ചത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഹീറ ഗുഹയിൽ നടന്ന സംഭവത്തെ ഒരു കാരണവശാലും കൃത്യത കുറവായിട്ടല്ല സംസാരിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഞാൻ സംസാരിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾ ആ ഭാഗം എടുത്ത് വായിക്കൂ. വായിച്ചിട്ട് എന്നോട് പറയൂ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന്. ഞാൻ അംഗീകരിക്കാം. ഇവിടെ ലീ സിസ്റ്റർ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു, നുണ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ നുണ പറഞ്ഞു എന്ന് പറയാൻ താങ്കൾക്ക് എളുപ്പമാണ്. എന്താണ് നുണ പറഞ്ഞത്? ഏതിനെ അടിസ്ഥാനമാക്കിയാണ് നുണ പറഞ്ഞത്? എവിടെ വെച്ചാണ് നുണ പറഞ്ഞത്? ഖുറാനിൽ ഏത് ആയത്തിലാണ് നുണ പറഞ്ഞത്? ഇതൊക്കെ തെളിയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്ന് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ തെളിവുകൾ ചോദിക്കും, ബബ്ബപ്പ അടിക്കാനല്ല. തെളിവുകൾ ചോദിക്കേണ്ട ഒരു മനുഷ്യന്റെ ന്യായമായ അവകാശമാണ്. എന്നെ കുറിച്ച് ഞാൻ ഒരാളെ അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോ പറഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ആള് തെളിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്കത് സാറ്റിസ്ഫൈ ആകുള്ളൂ. അല്ലാതെ ഇവിടെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നിട്ട് ലീ സിസ്റ്റർ നുണ പറയുന്നു, അവര് നുണ പറയുന്നു, അർത്ഥമില്ലാത്ത വാക്കുകൾ താങ്കൾ പറയരുത്. മനസ്സിലാകുന്നത്? അറിഞ്ഞുകൂടാങ്കിൽ താങ്കൾ കേൾക്കൂ. ഞങ്ങൾ ഖുറാനും ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കാനാണ് ഈ റൂം ഇട്ടിരിക്കുന്നത്. മനസ്സിലാക്കണം കൃത്യമായിട്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഖുറാനോ ഹദീസോ അത് എഴുതി വെച്ചിരിക്കുന്ന മദ്രസയില് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഓർമ്മയുള്ളൂ. എന്നാൽ അതല്ല, ഖുറാനും ഹദീസും അതല്ല ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം ബ്രദറെ, ഞാനൊരു കാര്യം വായിക്കാൻ പോവാണ്. ഒരു മിനിറ്റ്, എനിക്ക് ഒരുപാട് സമയമില്ല, അതുകൊണ്ടാണ്. ആർഗ്യുമെന്റുമായിട്ടാണ്. അദ്ദേഹത്തിന് ഖുർആൻ അറിയില്ല. അത് ഖുർആൻ ഇങ്ങനെ ഈ മദ്രസ പൊട്ടന്മാര് കാണാതെ പഠിച്ചതുപോലെ കുറെ ഖുർആൻ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അർത്ഥം മനസ്സിലാക്കിയത് വരെയും പഠിച്ചില്ല. നമ്മൾ ഇതെല്ലാം പറഞ്ഞത് സഹീഹുൽ ബുഖാരിയുടെ ഇതിൽ നിന്നുകൊണ്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോയിട്ടില്ല. ബുഖാരി ഒറിജിനൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അതിന് പോലും വ്യക്തമായ ഒരു മറുപടി തരാൻ ജമാലിന് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ജമാല് പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിയോട് പോലും അള്ളാഹു നേരിട്ട് എല്ലാവരോടും വ്യക്തിപരമായിട്ട് തന്നെ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യക്തിപരമായി അള്ളാഹു ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതുമാണ് ക്ഷമിക്കപ്പെടാത്ത പാപവുമാണ്. അപ്പൊ ഈ ജമാലിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അറിയത്തില്ല, ഇസ്ലാമിക ചരിത്രം എന്താണെന്ന് അറിയത്തില്ല. താൻ വായിച്ച പുസ്തകം ഏതാണ്, എങ്ങനെയാണുള്ള പുസ്തകം വായിച്ചത്, അത് ആധികാരികമാണോ അല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു, അത് നമ്മളങ്ങ് വിശ്വസിക്കണം എന്നാ പുള്ളി പറയുന്നത്. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അല്ല, ഈ ജമാലിനോട് ഒരു സെക്കൻഡ് തരാമോ? പ്ലീസ് 1 സെക്കൻഡ് പ്ലീസ്. ഓക്കെ.
ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ജമാൽ ബ്രദറിനെ കേൾക്കാതിരിക്കുന്നതാണോ? ആരും കേൾക്കുന്നില്ല സഹോദര, താങ്കൾ അജി സിഗ്നൽ ഉള്ളിടത്ത് നിൽക്കും. കേൾക്കുന്നില്ല. ഒന്ന് അജി ഒന്നും അജി കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഒന്ന് ഇറങ്ങിയിട്ട് കയറും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നു. പറഞ്ഞത് കേട്ടു, പിന്നെ കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നോന്ന് ചോദിച്ചത് കേട്ടു. ബ്രദറെ, താഴെ ഇറങ്ങിയിട്ടൊന്ന് മേലോട്ട് വാ. താഴെയല്ല, പുറത്ത് പോയിട്ട് വാ. താഴെ ഇറങ്ങിയിട്ടല്ല, പുറത്ത് പോയിട്ടൊന്ന് മേല് വാ. അല്ല, ജമാല് റൂമിൽ താഴെ നിന്ന് പോയി. പുറത്തു പോകും. ജമാലേ അത് താഴെ അത് പോകുന്നത്. ജമാൽ തനിയെ. അല്ല കുഞ്ഞു ബ്രോ, ഞാൻ ജമാല് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കണം. അലിഫാസ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഈ എന്തിനാണ് മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയത്? മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയെന്നുള്ള തെളിവായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ജമാല് ഒന്ന് പറയാമായിരുന്നല്ലോ, എന്തിനാണ് മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ബൈബിളിലുള്ള പ്രവാചകൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോ മുഹമ്മദ് ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്ന് ജമാലിന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഞാനത് ചോദിക്കാന്ന് വിചാരിച്ചു, പക്ഷെ പുള്ളി തന്നെത്താനെ പോയതുകൊണ്ട് എന്ത് ചെയ്യാനാ? പറഞ്ഞോളൂ, അല്ല, ഞാനത് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുഹമ്മദ് ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്യാതെ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് വളരെ വ്യക്തമായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല. അത് ദൈവീകമായ ഒരു ദൂതനാണ് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടിരെങ്കിലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് പിശാചിന്റെ മലക്കാണല്ലോ മനുഷ്യന് ആത്മഹത്യ പ്രേരണതയെല്ലാം കൊടുക്കുന്നത്. ആ പ്രേരണ എങ്ങനെ ഉണ്ടായി? അത് പിശാചിൽ നിന്നാണ്, അത് ദൈവീകമായ അല്ല. മനസ്സിലായോ? ദൈവത്തിൽ നിന്നുള്ള ആലോചന അല്ല അത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഒരു പ്രാവശ്യം അത് മാത്രമാണോ? പിശാച് ബാധിതനായി തീർന്നില്ലേ? അപ്പൊ ഇതെല്ലാം പിശാച് എങ്ങനെ, ഒരു പ്രവാചകനെ എങ്ങനെ പിശാച് ബാധിക്കുക? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രവാചകനെ പിശാച് ബാധിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിമ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? ബ്രദറെ, അത് മനസ്സിലാക്കാൻ വരയ്ക്ക് നമുക്ക് സമയം കൊടുക്കാം. ആദ്യമായിട്ട് വരികയല്ലേ ജമാൽ, ആദ്യമായിട്ടാണ് സത്യം കേൾക്കുന്നത്. അപ്പൊ ഇത്രയും കാലം കെട്ടുകഥ കേട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് സത്യം കേൾക്കുമ്പോൾ അത് കെട്ടുകഥയായിട്ട് തോന്നും, സ്വാഭാവികം. സാരമില്ല. ഞാന് മീസാനുൽ ഹക്ക്, വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്, 3 ഭാഗങ്ങളുള്ള. കേൾക്കുന്നില്ലല്ലോ, എന്തോ നെറ്റ് പ്രോബ്ലം ആണോ? എനിക്കാണോ അതോ? ഓ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. വളരെ ലോകത്തിൽ വളരെ പ്രചാരമുള്ള എനിക്കാണോ പ്രോബ്ലം തോന്നുന്നല്ലേ? ഹക്ക് എന്ന് പറഞ്ഞ സത്യത്തിന്റെ തുലാസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു ഇറാനിയൻ ഓഥർ എഴുതിയ പുസ്തകമാണത്. അതിന്റെ ഈ സത്യത്തിന്റെ തുലാസ് എന്ന് പറഞ്ഞുള്ള ഈ 3 ഭാഗങ്ങളും എൻ്റെ ലൈബ്രറിയിലുണ്ട്. അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോ ഞാനിത് പുസ്തകം എടുക്കാൻ കാരണം, ജമാൽ ഇവിടെ ഉണ്ടോ? ജമാൽ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ജമാൽ പറഞ്ഞു ഞാൻ അന്വേഷിക്കും. ഇപ്പൊ ആരെ എടുക്കണ്ട കേട്ടോ, ഈ രാജേഷിനെ ഒന്നും ഇപ്പൊ എടുക്കണ്ട. വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചോളൂ, ഹാൻഡ് റൈസ് ടിൽ ഐ ഫിനിഷ് റീഡിങ്. ഞാൻ വായിച്ചു തീരുന്ന വരയ്ക്കും വേണമെങ്കിൽ ആരെയും എടുക്കണ്ട, ഓഫ് ചെയ്ത് വെച്ചോളൂ. ദാറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ ഈ മീസാനുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ തുലാസ്. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അന്വേഷിച്ച് സത്യത്തിന്റെ തുലാസിൽ തൂക്കി നോക്കണം ഏതാണ് സത്യം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ചു അതാണ് സത്യമെന്ന്. പക്ഷേ നമുക്ക് തോന്നിയില്ല അദ്ദേഹം കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്ക് തോന്നിയേ ഇല്ല. ആ പുസ്തകത്തിന്റെ പേരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതില് ഇത്തിരി കഠിനമായി പറഞ്ഞു ഞാൻ. എന്നാലും കാരണം അദ്ദേഹം എന്നെ അങ്ങനെ ആരോപണമൊക്കെ ഉന്നയിച്ചതുകൊണ്ട് എനിക്കും അപ്പൊ ദേഷ്യമൊക്കെ വന്നു. പക്ഷെ ജമാലിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കേണ്ടത് സത്യത്തെ എപ്പോഴും തേടുവിൻ കണ്ടെത്തുമെന്നാണ്. അത് ഈ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ
അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മദ്രസയിൽ പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നും അത് സത്യത്തിന്റെ അന്വേഷണം പൂർണ്ണമാകില്ല. ഒരു അന്വേഷണം, ഈ പുസ്തകം എഴുതിയ ആളുടെ അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ വായിച്ചു കേൾപ്പിക്കാം. മലയാളത്തിലാണ് ഞാൻ വായിക്കുന്നത്. ഇത് പേർഷ്യൻ ലാംഗ്വേജിലുള്ള പുസ്തകമായിരുന്നു, അതിപ്പോൾ വിവർത്തനം ചെയ്തതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിലെ, അതായത് ഇന്നത്തെ ഇറാനിലെ, ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയാകളാണ് അവിടെ 99%. ആ പേർഷ്യയിലെ ഷിരാഡ എന്ന സുപ്രസിദ്ധമായ പട്ടണത്തിൽ ഒരു ക്രിസ്ത്യാനിയായ കച്ചവടക്കാരൻ വന്നു ചേർന്നു. ഈ പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിൽ, അതായത് മിസാനുൽ ഹക്കിന്റെ 1-ാം ഭാഗത്തിൽ കണ്ടതുപോലെ ഖുർആൻ പോലും ഉന്നതമായ നിലയിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന വേദക്കാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു നിലയിലും വിലമതിക്കപ്പെടുവാൻ അസാധ്യമായ ദൈവവചനത്തിന്റെ പ്രതികൾ ആ കച്ചവടക്കാരന്റെ കൈവശം വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുത്തുകാരൻ പറയുകയാണ്, ഖുറാന്റെ സാക്ഷ്യമാണ് ഇത്, വേദക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്, അത് വിലമതിക്കേണ്ടതാണ്, അത് അസാധ്യമായ ദൈവവചനമാണ് എന്നൊക്കെ ഖുറാൻ ബൈബിളിനെ പറ്റി അനേക സ്ഥലങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന്റെ പ്രതികൾ ആ കച്ചവടക്കാരന്റെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, തന്റെ പുസ്തകങ്ങൾ വിൽക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള മുല്ലാമാർ അയാൾക്കെതിരായി പൊതുജനങ്ങളെ ഇളക്കിവിട്ടു. അവരെല്ലാ പുസ്തകങ്ങളും ബലമായി പിടിച്ചു വാങ്ങുകയും അവ തുണ്ടം തുണ്ടമായി പിച്ചി ചീന്തി കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയും ആ വ്യാപാരിയെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്തു. മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവന്റെ ദാസന്മാരോട് മുന്തിരിത്തോട്ടത്തിന്റെ ഉടയനായവന്റെ ദാസന്മാരോട് ദുഷ്ടനായ കുറ്റം ചെയ്തു. ഓക്കെ, അത് വിട്. അവർ ആ വ്യാപാരിയെ ആ പട്ടണത്തിൽ നിന്ന് ആട്ടി ഓടിക്കുകയും തിരുവെഴുത്തുകൾ പ്രചരിപ്പിക്കുന്നതിനായി വീണ്ടും തിരിച്ചു വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ തിരുവെഴുത്തുകളെ പറ്റി താഴെ പറയും പ്രകാരം വിശ്വസിക്കുവാനാണ് മുസ്ലിങ്ങളോട് ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നതിനായി സൂറ 2-ന്റെ 136 സൂറ 2-ന്റെ 136 പറയുന്നു, അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിച്ചതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും ഗോത്രക്കാർക്കും അവതരിപ്പിച്ചതിലും മൂസാക്കും ഈസാക്കും നൽകപ്പെട്ടതിലും പ്രവാചകന്മാർക്ക് എല്ലാവർക്കും അവരുടെ രക്ഷിതാവിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരിൽ ആർക്കുമിടയിലും ഞങ്ങൾ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്വഴങ്ങുന്നവരത്രേ എന്ന് സൂറ 2-ന്റെ 136 പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളോട് പറയുകയാണ്, ഈസാക്കും മൂസാക്കും ഈ മേൽപ്പറഞ്ഞ നാമങ്ങളെല്ലാം ഇസ്രയേലികളായ യഹൂദന്മാരുടെ പ്രവാചകന്മാരുടെ പേരുകളാണ്, അല്ലാതെ വേറെ എവിടുന്നുള്ളവരല്ല. ഇസ്മായിൽ പ്രവാചകനായിരുന്നില്ല, പ്രവാചകൻ എന്ന് ഇവര് പറയുന്നത്. പക്ഷെ നമ്മളുടെ വിശ്വാസം വേറെയാണ്. എന്നാലും ഇവരെ എല്ലാം പ്രവാചകന് കൽപ്പിക്കുന്നത് ആരാണ്? ഖുർആനാണ്. അപ്പൊ ഇവരിൽ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നൊക്കെ വായിച്ച് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിമുകൾ. ആ ജനക്കൂട്ടത്തിൽ ഈ സംഭവം കണ്ട ഒരു പേർഷ്യൻ ബാലനുണ്ടായിരുന്നു. ഈ സംഭവിച്ചതെല്ലാം അവൻ കണ്ടു. അപ്പോൾ ഏതൊരു ഗ്രന്ഥത്തിന്റെ സംരക്ഷണത്തിനും സ്ഥിരീകരണത്തിനുമായി ഖുർആൻ അവതരിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുവോ, അതായത് സൂറ 5-ന്റെ 48 പറയുന്നു, പഴയ ഗ്രന്ഥങ്ങളെ, അതായത് വേദഗ്രന്ഥങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്ന് 5-ന്റെ 48 പറയുന്നുണ്ട്. അപ്പൊ ഈ ബാലൻ ചിന്തിക്കുകയാണ്, ആ ഗ്രന്ഥത്തിന്റെ സംരക്ഷണത്തിനും സ്ഥിരീകരണത്തിനുമായി ഖുർആൻ അവതരിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുവോ, ആ ഗ്രന്ഥത്തെ ഈ രീതിയിൽ നശിപ്പിക്കുന്നതിന് കാര്യവിവരമില്ലാതെ ജനക്കൂട്ടത്തെ ഇളക്കി വിടുവാൻ മുല്ലമാർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ആ ബാലൻ അത്ഭുതപ്പെട്ടു. ഇക്കാര്യത്തെപ്പറ്റി അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം ഒരു സംശയം അവന്റെ മനസ്സിൽ ഉദിച്ചു,
ഇസ്ലാമിനെ ഖണ്ഡിക്കുന്നതായും ഈ മുല്ലമാരെ ഭയപ്പെടുത്തത്തക്കതായും എന്തെങ്കിലും ക്രിസ്ത്യാനികളുടെ ഈ പുസ്തകങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ? തന്റെ മതത്തിൽ അതുവരെയും ദൃഢമായി വിശ്വസിച്ചിരുന്ന ഈ ബാലനെ സംശയം വല്ലാതെ ഭയപ്പെടുത്തി. ആ സംശയത്തിനെതിരായി അവൻ പോരാടിയെങ്കിലും അതിനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ വളർന്ന് ഒരു യുവാവായി. അപ്പോഴും അവന്റെ മനസ്സിനെ അലട്ടിയിരുന്ന സംശയങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാനായി ഇസ്ലാമിന്റെ യഥാർത്ഥമായ തെളിവുകൾ അന്വേഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. റംസാൻ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കുന്നതിലും കൃത്യസമയങ്ങളിൽ നിസ്കാരം ചൊല്ലുന്നതിനും ഖുർആൻ പാരായണത്തിലും ഇസ്ലാം മതത്തിലെ മറ്റെല്ലാ ആചാരങ്ങളും കണിശമായി പാലിക്കുന്നതിലും ഭക്തനായ ആ മുസ്ലിം ബാലൻ അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിലും ചെയ്തു വന്നു. അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഹാജി ഷിറാസ് പട്ടണത്തിനടുത്ത് താമസിച്ചിരുന്നു. ഈ ചെറുപ്പക്കാരൻ തനിക്ക് ഉപദേശം തേടി അദ്ദേഹത്തെ സമീപിച്ചു. എന്നാൽ തന്റെ ആഗമന ഉദ്ദേശം പരസ്യമായി വെളിപ്പെടുത്താൻ അവൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ബഹുമാന പുരസ്സരം അദ്ദേഹത്തോട് വന്ദനം പറഞ്ഞിട്ട് ഭക്ത്യാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ ഹാജിയോട് ഇപ്രകാരം പറഞ്ഞു: ഹാജിയാരെ, ഇന്നലെ അവിടുത്തെ എളിയ ദാസൻ ഒരു യഹൂദനെ കാണുകയും അവനെ നമ്മുടെ വിശുദ്ധ വിശ്വാസത്തിലേക്ക് മനംതിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രവാചകന്മാരുടെ മുദ്രയും തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തിന്റെ സന്ദേശവാഹകനുമായ മുഹമ്മദ് നബിയെപ്പറ്റി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം അവൻ എന്നോട് ചോദിച്ചു: മുഹമ്മദ് ഒരു പ്രവാചകനായിരുന്നുവെന്ന് കാണിക്കുവാൻ എന്ത് തെളിവാണുള്ളതെന്ന് ദയവായി പറയുക. ഗുരു, എന്റെ കഴിവനുസരിച്ചുള്ള മറുപടി ഞാൻ നൽകിയെങ്കിലും അവനെ ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനോട് പറയാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ താങ്കളോട് ചോദിച്ചറിയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട് ഹാജി മുഖമുയർത്തി ആ യുവാവിനെ ഗൗരവത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ട് അട്ടഹസിച്ചു: നീ അവിശ്വാസിയാണ്, അതായത് നീ കാഫിറാണ്. യുവാവ് ഭയചകിതനായി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അധികം താമസിയാതെ അവൻ ബോംബെയിലെത്തി. അവിടെ വെച്ച് പുതിയ നിയമത്തിലെ ഏത് ഭാഗമാണ് മുല്ലമാരെ ഭയപ്പെടുത്തിയതെന്നും അത് നശിപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്നും അറിയുവാനായി അവൻ ബൈബിളിന്റെ ഒരു പ്രതി വായ്പ വാങ്ങി അതിശ്രദ്ധയോടെ പഠിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാണ് സത്യാന്വേഷികൾ അന്വേഷിക്കുക. അതായത് ആളിവിടുന്ന് പോയി അല്ലേ ജമാൽ? ജമാൽ ഓടിയാ? ഇവിടെ ഉണ്ടോ? ജമാൽ പോയി കളഞ്ഞല്ലോ. ഓക്കെ, ജമാൽ പോയി. എന്നിരുന്നാലും ഈ പുസ്തകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ 6 അധ്യായങ്ങളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ടോ, അതാണ് അധ്യായം 2. അപ്പൊ ഈ പയ്യൻ ഇതിനു ശേഷം ബൈബിൾ മുഴുവൻ പരിശോധിച്ചു. മുഹമ്മദിനെ കുറിച്ച് പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. പിന്നെ മുസ്ലിങ്ങളുടെ അവകാശമുണ്ട്, യെസ്, മുഹമ്മദ് ഈസ് ഇൻ ദ ബൈബിൾ, മുഹമ്മദിനെ പറ്റി പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട് എന്ന് അവർക്ക് അവകാശമുണ്ട്. അങ്ങനെ അവരുടെ അവകാശവാദങ്ങളെല്ലാം അദ്ദേഹം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു അവകാശവാദവും, അവര് പറയുന്ന ഒരു അവകാശവാദവും ബൈബിളിലില്ല. ഇൻഫാക്ട് ബൈബിൾ തിരിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു പ്രവാചകനായിട്ട് ബൈബിൾ പറയുന്നില്ല. തന്നെയുമല്ല, പ്രവാചകത്വം തീർന്നുവെന്ന്, യോഹന്നാൻ സ്നാപകനോടെ പ്രവാചകത്വം തീർന്നുവെന്നും പിന്നെ രക്ഷകനാണ് വന്നതെന്നും രക്ഷയുടെ സന്ദേശത്തിന് മേലെ പിന്നെ പ്രവാചകത്വം ഇല്ല എന്നും ബൈബിൾ സ്ഥിരീകരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. പിന്നെ 3-ാം അധ്യായത്തിൽ അദ്ദേഹം ആ പുസ്തകത്തിൽ കാണുന്നത് ഖുറാന്റെ ഭാഷയും ശൈലിയും അത്ഭുതകരമാണെന്ന് കരുതി അത് ദൈവവചനമാണെന്നതിന് ഒരു തെളിവായി സ്വീകരിക്കാമോ? 3-ാമത്തെ ചോദ്യമാണ്. 3-ാമത്തെ അവരുടെ ഒരു വാദമാണ്. ഖുറാന്റെ ഭാഷ ഭയങ്കര അറബിയാണ്. അറബിയുടെ
അറബി ആരംഭിച്ചത് ഇതിൽ നിന്നാണ്. ശൈലി ഭയങ്കരമാണ്, അത് ഭയങ്കര അത്ഭുതകരമാണ്. അതുകൊണ്ട് മാത്രം ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ പൊതുവെ പറയാറുള്ളത്. മുസ്ലിങ്ങളുടെ വാദങ്ങളാണത്. അപ്പൊ ആ ചോദ്യത്തിന് വളരെ വിവരിച്ച് മനോഹരമായ ഉത്തരങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ഖുറാനേക്കാളും എത്ര അതിമനോഹരമായ പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. അങ്ങനെ നോക്കിയാല് വൺ ഓഫ് ദ ഏറ്റവും അതീവ അത്ഭുതകരമായ രചനയാണ് ഷേക്സ്പിയർ. എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഇംഗ്ലീഷ് സ്റ്റുഡൻസും അല്ലാത്തവരും ഒക്കെ ഷേക്സ്പിയർ പഠിക്കുന്നത്? അതുപോലെ ഷേക്സ്പിയറിന്റെ വെറും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഓൾഡ് ഇംഗ്ലീഷിലുള്ളതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ്. അതുപോലെ എത്രയോ കൃതികൾ ലോകത്തിലുണ്ട്. ഇൻഫാക്ട് നമ്മൾ ഇന്നത്തെ അറബികൾ ഖുറാന് ഒരു വലിയ കൃതിയായിട്ടേ കണക്കാക്കുന്നില്ല. ലോകത്തിലുള്ള കണ്ടകടച്ചാതി സാധനങ്ങളെ എല്ലാം വെച്ചിട്ട് ആണയിടുക, അതാണേ സത്യം, ഇതാണേ സത്യം. 85 തവണ സത്യം ചെയ്യുന്ന വചനങ്ങൾ. ഇതൊന്നും ഒരു നല്ല ഉത്തമ കൃതിയുടെ ലക്ഷണമേ അല്ല. ഓക്കെ, അത് പോട്ടെ. അടുത്തത് 4-ാമത്തെ അധ്യായത്തിൽ ഖുർആൻ ദൈവനിശ്വസ്തമാണെന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് തെളിയിക്കപ്പെടുന്നവയോ എന്ന് തീരുമാനിക്കുന്നതിനായി അതിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു പരിശോധന. അപ്പൊ ഇത് ദൈവം ഇറക്കിയ വചനങ്ങളാണോ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്? പ്രത്യേകിച്ച് 33, 65, 66 ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാണുമ്പോൾ, പിന്നെ അന്നിസ 4, പിന്നെ ഇങ്ങനെ അനേകം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ പ്രത്യേകിച്ച് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുമോ ഇതൊക്കെ ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പെടുത്തലാണെന്ന് നമുക്ക് തോന്നുമോ? ഒരിക്കലുമില്ല. അതിന്റെ ഒരു അന്വേഷണമാണ് 4-ാം അധ്യായം. 5-ാം അധ്യായം ദൈവപ്രവാചകനെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം. അപ്പോ മുഹമ്മദ് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ സീറകളിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഖുർആനിൽ ഒരു അതിശയം ചെയ്തതായിട്ടില്ല. മാത്രമല്ല അള്ളാഹു വീണ്ടും വീണ്ടും പറയുന്നുണ്ട് മുഹമ്മദിന് ഒരത്ഭുതവും ഇല്ല. ഇപ്പൊ നമ്മൾ ഇക്കാലത്ത് മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ പറയും മുഹമ്മദിന്റെ അതിശയം എന്ന് പറഞ്ഞാൽ അത് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ട് അള്ളാഹു മുഹമ്മദിന് അത്ഭുതം ഒന്നും കൊടുത്തില്ല. പക്ഷെ ഖുർആൻ തന്നെ ഒരു അത്ഭുതമാണ്. അതാണ് ലേറ്റസ്റ്റ് വാദം. ഖുർആൻ തന്നെ ഒരു അത്ഭുതമാണ്. എന്ത്? എഴുത്തും വായനയും അറിയാത്ത ഒരാള് ഇങ്ങനെ ഇതൊരു സാധനം ഇറക്കിയെന്ന്. അതെങ്ങനെയാണ്? എഴുത്തും വായനയും അറിയാത്ത ആൾക്ക് ഇറക്കി കൊടുക്കുകയല്ലായിരുന്നോ? പുള്ളിക്കാരൻ ഒരു ടൈപ്പ് റൈറ്റർ പോലെ ആയിരുന്നില്ലേ? ഒരാൾ പറഞ്ഞു കൊടുത്തു, പുള്ളി അവിടെ ഏറ്റുപാടി എന്നല്ലേ അവരുടെ തന്നെ പറയുന്നത്. പക്ഷേ അതിനെപ്പറ്റിയുള്ള പഠനമാണ് 4-ാം അധ്യായം. 5-ാം അധ്യായം ദൈവം പ്രവാചകനെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആണ് പുസ്തകം. പക്ഷെ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ ഈ മുഹമ്മദിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ വായിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം അത് വായിച്ച് കേൾപ്പിക്കാം. 5-ാം അധ്യായം. 6-ാം അധ്യായത്തില് പറയുന്നത് തന്റെ പ്രവാചക പദവിയെ കുറിച്ചുള്ള അവകാശവാദം എത്രമാത്രം സാധൂകരിക്കാവെന്ന് അറിയുന്നതിന് ഖുറാനിൽ സൂചിപ്പിക്കുന്നതും മുസ്ലിം ചരിത്രകാരന്മാരും വ്യാഖ്യാതാക്കളും വിവരിക്കുന്നതുമായ മുഹമ്മദിന്റെ ചില പ്രത്യേക സ്വഭാവ വിശേഷതകളെ കുറിച്ചുള്ള ഒരു പഠനം. അതായത് താൻ പ്രവാചകനാണെന്ന് അവകാശം ഉണ്ടല്ലോ, അപ്പൊ അതിനെ സാധൂകരിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ സ്വഭാവത്തില് ചില പ്രത്യേകതകൾ, അതായത് സ്പെഷ്യൽ പ്രിവിലേജസ്, ശത്രുക്കളോടുള്ള പെരുമാറ്റം, മുഹമ്മദിന്റെ വിവാഹ ബന്ധങ്ങൾ, അല്ലാതെയുള്ള ബന്ധങ്ങൾ, ശത്രുക്കളോടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള അനേക വളരെ എന്താ പറയാ അധാർമികമായ ചില സ്വഭാവങ്ങൾ, കൊല, ഖുറൈലയിലെ കൊല, പിന്നെ കിണറ്റില് ശവം ഇടുക,
ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ വധിക്കുക, ഉം, ആ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര കൊല, ഭയങ്കര കൊള്ള, ആ, പിന്നെ അതായത് യാതൊരു കരുണയുമില്ലാതെ ആളുകളെ കൊന്നൊടുക്കുക, ഒരു മനസ്സിന് എന്നിട്ട് ഒരു മാറ്റമില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ, ഈ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രവാചകനാകുക? പിന്നെ ഈ വഹി എങ്ങനെയാണ് വരുന്നത്? ഈ വഹി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതൊക്കെ സയന്റിഫിക്കലായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനല്ല, ഒരു രോഗിയായിരുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. മാനസിക രോഗവും ശാരീരിക രോഗവും രണ്ടും ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് പൊതുവെ നമുക്ക് അനുമാനിക്കാൻ കഴിയുക. പിന്നെ മുസ്ലിങ്ങൾ പറയുന്ന വേറൊരു വാദമാണ്, ഇത് സത്യമല്ലെങ്കിൽ ലോകമെമ്പാടും ഇതെങ്ങനെ വ്യാപിച്ചു? ഇത്രയും മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അതെങ്ങനെയാ? അപ്പോ ഇതിൽ സത്യം ഉണ്ടാവില്ലേ? സത്യമില്ലാതെ ഇത് മനുഷ്യർ വിശ്വസിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അതാണ് 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ ആദ്യം അറേബ്യയിൽ പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ആ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു രാജ്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇത് ഒന്നുകിൽ തക്കിയ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വാൾ ഉപയോഗിച്ചിട്ട്. ഈ തക്കിയ ഉപയോഗിച്ചത് ഇന്തോനേഷ്യയിൽ പോയിട്ട് രാജാവിനെ ആദ്യം അങ്ങ് മതം മാറ്റി. രാജാവ് മതം മാറിയതോടെ പ്രജകൾക്ക് മതം മാറേണ്ടി വന്നു. ബാക്കി രാജ്യങ്ങളിലെല്ലാം, ഇന്ത്യയില് ഈ മതം വന്നത് 7-ാം നൂറ്റാണ്ട് മുതൽ തന്നെ, ഉമറിന്റെ കാലത്ത് തന്നെ ഉമർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നവർക്ക് ജന്നം കിട്ടും എന്ന് പറഞ്ഞിട്ട് ജന്നത്തിലേക്ക് കയറാൻ വേണ്ടി അന്ന് മുതൽ ഇന്ത്യയെ ആക്രമിച്ചു. മുഹമ്മദ് കാസിം വന്ന് ഇന്നത്തെ സിന്ധിന്റെ ആ ഭാഗം മുതൽ ആക്രമിച്ച് മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യ അൻറ്റിൽ ബംഗാൾ അതൊക്കെ വാളുകൊണ്ട് തന്നെ വെട്ടി നിർബന്ധിച്ച് പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെ റേപ്പ് ചെയ്ത് അവരെ നിർബന്ധിച്ച് മതം മാറ്റി ഭാര്യമാരാക്കി അടിമകളാക്കി പിന്നീടുള്ള തലമുറകളെ നിർബന്ധിച്ച് മതം മാറ്റി തന്നെയാണ് ഇന്ത്യയിൽ മതം വളർന്നത്. സൗത്ത് ഇന്ത്യയിൽ കുറെയെല്ലാം അവരുടെ അറബി കല്യാണങ്ങളും ആ രീതിയിൽ ഇവിടെ കുറെ വ്യാപിച്ചിട്ടുണ്ടാകാം. പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്തെ പടയോട്ടം, പിന്നെ മുഗളന്മാരുടെ കുറെ സ്വാധീനം, ഇങ്ങനെയെല്ലാം കൊണ്ട് കുറെയെല്ലാം കേരളത്തിലുമെല്ലാം നിർബന്ധിത ഭയന്നുള്ള മതപരിവർത്തനങ്ങളും ഒക്കെ നടന്നു. പിന്നെ ഏറ്റവും വലിയ മാർഗം ഇവരുടെ ബയോളജിക്കൽ ഗ്രോത്ത്. 4 ഭാര്യമാർക്കും മക്കളും ഉണ്ടാകുമ്പോൾ തീർച്ചയായും മറ്റുള്ള ജനങ്ങളെക്കാളെല്ലാം വളരെയധികം ഇവര് നമ്പറിൽ പെരുകും. പിന്നെ ഇവർക്കുള്ള ഒരു ഓർഡറാണ് ഹിജ്റ പോവുക, അതായത് സ്വദേശം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ മതം പ്രചരിപ്പിക്കാനും അവിടെയുള്ള സ്ത്രീകളെ നിക്കാഹ് ചെയ്ത് അങ്ങനെ ആ രീതിയിലാണ് പിന്നീട് ഇവരുടെ മതം പ്രചരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 100 വർഷം മുമ്പ് പോലും കേരളത്തില് വാളേന്തിയ ഒരു മനുഷ്യൻ തല വെട്ടിക്കൊന്ന് മനുഷ്യരെ ഒരുപാട് പേരെ കൊല്ലുകയും ചാകാൻ ഇഷ്ടമില്ലാത്ത ഒരു മതം മാറുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. സോ ദാറ്റ് ഈസ് എ നോൺ ഫാക്ട്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പോയിട്ട് വായിക്കുകയാണ് ജമാലിനെ പോലുള്ള കുട്ടികൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ നുണ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെയുള്ള സഹോദരന്മാര് കെട്ടുകഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരോപണം വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല ജമാലെ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജമാല് പോയിട്ട് ആ 150 പുസ്തകം എന്ന് പറഞ്ഞല്ലോ, പോയിട്ട് ഒരു 150 അല്ല, ഒരു 10 പുസ്തകമെങ്കിലും ഒന്ന് വായിക്ക്. 10 ഇല്ല, 2 എണ്ണമെങ്കിലും ഒന്ന് വായിക്ക്. വായിച്ചിട്ട് വന്ന് എന്നോട് പറയൂ, ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു, എനിക്ക് ഇന്ന കാര്യങ്ങൾ മനസ്സിലായി. എഴുതിയ ആളാരാണെന്നും കൂടി നോക്കണേ. മലപ്പുറത്തെ വല്ല പുസ്തകന്മാരും എഴുതിയ പുസ്തകം ആയിരിക്കരുത്. ഓക്കെ 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 താങ്ക് യു. സിസ്റ്ററെ, ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ പോരല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടണമെങ്കിൽ ഒന്ന് ഖുർആൻ വായിക്കണം.
രണ്ടാമത്തത് 6 ഹദീസുകളുണ്ട്, അത് വായിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ഹദീസിന് മുമ്പുള്ള സീറ, അത് ഇമ്പോർട്ടന്റ് ആണ്. മുഹമ്മദിന്റെ ജീവചരിത്രമൊക്കെ ലഭിക്കണമെങ്കിൽ സീറയിലെ കിട്ടത്തുള്ളൂ. ഇബ്നുൽ ഇഷാഖിനെ പോലുള്ളതായ വ്യക്തികൾ എഴുതിയതായ സീറകൾ വായിക്കണം. മനസ്സിലായ? അതൊക്കെ വേണ്ട വായിക്കുക. അല്ലാതെ ആരെങ്കിലും മുഹമ്മദിനെ വെളുപ്പിക്കുന്ന പുസ്തകം വായിച്ചത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ആധികാരികമായ ഗ്രന്ഥങ്ങൾ, ഖുർആന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന് ഖുർആനാണ്, 2 6 ഹദീസുകളാണ്. ഈ 6 ഹദീസുകളെങ്കിലും ഒന്ന് ചുരുങ്ങി, ഏറ്റവും ചുരുങ്ങിയതൊന്ന് വായിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാം എന്താണ്, മുഹമ്മദ് ആരാണ് എന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അലി ബ്രദറെ. ഇപ്പോ 10ാം ക്ലാസ് പാസ്സാകണമെങ്കിലെങ്കിലും ഒരു 35% മാർക്ക് വേണം അല്ലേ? അതോ 40 40%. 40. അപ്പോ 40% എങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണല്ലോ ഒരു കുഞ്ഞിന് 10ാം ക്ലാസ് പാസ്സാകാൻ. പക്ഷേ ഒരു മതത്തിലുള്ള വിശ്വാസിയാണെന്ന് പറയാനായിട്ട് ഈ ഖുറാന്റെ ഒരു 40% എങ്കിലും വായിക്കേണ്ടത് ആവശ്യമല്ലേ? ഒരു വിശ്വാസിയല്ല, ഒരു പണ്ഡിതനാണെന്ന് പറയാൻ, ഞാൻ അല്ല, പാസ്സായി എന്ന് പറയാൻ. ഒന്നാമത്തെ ഖുർആൻ അർത്ഥം എത്രമാത്രം കോളേജിൽ വരെ പഠിച്ചാലും ഇസ്ലാമിലെ അർത്ഥം മനസ്സിലാക്കി ഖുർആൻ പഠിക്കത്തില്ലല്ലോ. ഈ ഖുർആനില് കാണാതെ പഠിക്കുന്നവരാണല്ലോ 99%. മനസ്സിലായോ? എന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചാലും ഇനിയിപ്പൊ അത് മാത്രം കഴിഞ്ഞ് ദർസിൽ ഓതുക എന്ന് പറയും. ദർസ് എന്ന് പറഞ്ഞാൽ കോളേജിൽ, അറബി കോളേജിൽ പഠിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഖുർആൻ അറിയത്തില്ല. മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും ഖുർആൻ അറിയില്ലല്ലോ. അതല്ലേ ഇസ്ലാം പണ്ഡിതന്മാരാണെന്ന് കൂടുതലും ഇസ്ലാം വിടുന്നത് ആരാണ്? നമ്മൾ മൊത്തത്തിലൊന്ന് വായിച്ച് പഠിച്ചു നോക്കുക. ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ എടുത്തു നോക്കുക. ഇസ്ലാം വിട്ടവരാരൊക്കെയാ? ഇസ്ലാം വിട്ടവരെ ഖുർആൻ ആധികാരികമായി പഠിച്ചവരാ ഇസ്ലാം വിട്ടിരിക്കുന്നത്. ലോകത്തിൽ മൊത്തത്തിൽ നോക്കുക. നമ്മളെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം വിട്ടവരാരാ? ഖുർആൻ അറിയാത്തവരാരും ഇസ്ലാം വിട്ടിട്ടില്ല. ഖുർആൻ വ്യക്തമായി പഠിച്ച് ഇസ്ലാം അറബിയിൽ തന്നെ മനസ്സിലാക്കി ഓതി ഇസ്ലാം പഠിച്ചവരാണ് ഇസ്ലാം വിട്ടിരിക്കുന്നതെന്ന് 95%. പിന്നെ ചില ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ദൈവം നടത്തിയതോടുകൂടി നടത്തി വിട്ടതായ കാര്യങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഇപ്പൊ ഡോക്ടർ മുസ്തഫ ഗബ്രിയേൽ എന്ന് പറഞ്ഞ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഡോക്ടർ ഗബ്രിയേൽ എന്ന് പറഞ്ഞ പേര്. അദ്ദേഹം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹം ചരിത്രം പഠിച്ചത്, അദ്ദേഹത്തെ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം പോലും ഇസ്ലാം വിടാനുള്ള കാരണം എന്താണ്? ഖുർആൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ടാ? ഖുർആനിന് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മുസ്ലിം പണ്ഡിതന്മാര് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് തികച്ചും ദൈവീകമല്ല, ഒരു പൈശാചികമാണ് എന്ന് മനസ്സിലാക്കിയ മുസ്ലിം പണ്ഡിതന്മാരാണ് ഇസ്ലാം വിടുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് നോക്ക്. ആരെല്ലാം ക്രൈസ്തവ വിശ്വാസം വിട്ടിട്ടുണ്ട് അവരെല്ലാം നോക്ക്. ഈസാ മുഹമ്മദിനെ കുറിച്ച് നോക്ക്. അദ്ദേഹത്തിന് ബൈബിള് വല്ല ചുക്ക ചുണ്ണാമോ അറിയോ? ഇല്ല. ലോകത്തിലെ ഓരോ വ്യക്തികളും പരിശോധിച്ച് നോക്കി. ഇസ്ലാം വിട്ട് ക്രിസ്തീയ വിശ്വാസം വിട്ടുപോയ ഓരോ വ്യക്തിയെ എടുത്തു നോക്ക്. അവര് ബൈബിൾ എന്താന്ന് പോലും, ബൈബിളിന്റെ ABCD പോലും അവർക്കറിയത്തില്ല. ഈസാ മുഹമ്മദ് ഒക്കെ ലവ് ജിഹാദിന്റെ ഇരകളല്ലേ? അതിന്റെ വേറെ കാര്യങ്ങൾ പലതും ഉണ്ട് അതിനകത്ത്. അതൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. അദ്ദേഹത്തിന് എന്താ ബൈബിൾ അറിയാം? ഖുർആൻ അറിയോ? ഞാൻ ഖുർആനിൽ ചില ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഖുർആൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത ആളാണ് പുള്ളി. അപ്പൊ അദ്ദേഹത്തിന് ഖുർആനും അറിയത്തില്ല, ബൈബിളും അറിയില്ല. പിന്നെ മറ്റൊന്നിനാ വേണ്ടിയിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാ. ഇന്ന് ഇസ്ലാം സ്വീകരിച്ച ഓരോ വ്യക്തികളെ എടുത്ത് നോക്കുക. ഇസ്ലാം എടുത്ത് വെച്ച ഓരോ വ്യക്തികളെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ബൈബിളും അറിയത്തില്ല, ഖുർആനും അറിയത്തില്ല. ഓരോ വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ യൂട്യൂബിൽ എടുത്ത് സെർച്ച് ചെയ്താൽ തന്നെ ബ്രദറെ, നെക്സ്റ്റ് ടൈം ജമാൽ വരികയാണെങ്കിൽ ആദ്യം ഞാൻ നുണ പറഞ്ഞു എന്നതിന് തെളിവ് വയ്ക്കാൻ പറയണേ. അതിനുശേഷം പുള്ളിയെ കൊണ്ട് സംസാരിപ്പിക്കാവൂ. ഓക്കെ, അജി ബ്രദർ പറഞ്ഞോളൂ. അജി ആരാണ്? ഓക്കെ, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ജമാലിനെ പറ്റി പറഞ്ഞത്. ജമാൽ പറഞ്ഞു ഞാൻ സ്ഥിരം നുണ പറയുന്ന ആളാണെന്ന്. കേട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഇത്
ഞാൻ നേരത്തെ എന്റെ ഓഡിയോ ക്ലിയർ അല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും കയറിയത്. എന്റെ ഓഡിയോ ക്ലിയർ ആണോ ലീ സിസ്റ്റർ? ഇപ്പോഴും ക്ലിയർ അല്ല, ഒരുമാതിരി സൗണ്ടാ മനസ്സിലാക്കാൻ വരുന്നത്. പറ്റുന്നുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഞാൻ 2 പ്രാവശ്യം കയറി ഇറങ്ങി വന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും. 2 അല്ല 3 പ്രാവശ്യം കയറി ഇറങ്ങി. ഇപ്പൊ ഞാൻ പറയുന്നത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലീ സിസ്റ്ററെ, നമ്മുടെ പ്രവാചകൻ നബി സല്ലാഹി സല്ലഹു എന്താ പറയാ, മലക്കിന്റെ കൊങ്ങയ്ക്കുള്ള പിടിയൊക്കെ കഴിഞ്ഞ് കുടുംബത്തെത്തി പനിച്ച് പുതച്ച് കിടന്നിട്ട് പ്രവാചകൻ ആകുന്നതിന് മുമ്പ് ഈ ബ്രദറെ ഒന്നും തുണി പൊക്കി കേൾക്കുന്നില്ല കേട്ടോ. കാണിച്ച് പുള്ളിയുടെ പെമ്പർ നോത്തി ഇത് ആരാണ് വന്നത്? ഒരു കേൾക്കുന്നില്ലേ? ചില ഇടയിൽ കട്ടായി പോവാ ചില ഭാഗം. അദ്ദേഹം പോയോ? അദ്ദേഹം പുറത്തു പോയതായിരിക്കും തോന്നുന്നു. പുറത്തു പോയിട്ട് കയറി വരാനായിരിക്കും. ഓക്കെ, നെറ്റ് ക്ലിയർ ആയിരുന്നില്ല. എന്ത് പറയുന്നു ന്യൂക്ലിയർ ബ്രദർ, യാഷ് ബ്രദർ? ഓ, ഇക്വിപ്പ് ഇവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഇക്വിപ്പ് ബ്രദർ ഇവിടെ ഉണ്ടല്ലോ. ആരാണിത്? സുഖമല്ലേ? ആരാണ്? ബോബ് ചാക്കോ, താങ്കൾ മൈക്ക് എടുത്തോളൂ. ഹലോ, ഞാൻ കുറെ നേരമായിട്ട് ഒരു സോറി സോറി ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. സോറി 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 കണ്ടില്ല ബ്രദറെ. ഇപ്പൊ ഞാനിത് റിഫ്രഷ് ചെയ്തപ്പോഴാണ് താങ്കളെ കണ്ടത്. അതിന് മുമ്പ് കണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ജോലിക്ക് ഇടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ മാറിപ്പോന്ന ഇടയ്ക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സംശയം ചോദിക്കാൻ, ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഇപ്പോഴത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധമൊന്നും ഇല്ല, പക്ഷെ ചെറിയൊരു നിങ്ങൾക്കൊക്കെ അറിയാൻ ചെറിയൊരു ക്ലിയർ ആകാൻ വേണ്ടിയായിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതിനകത്തൊരു പുള്ളി പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിന്റെ ഭാഷ അരാമിക്കാണല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞത് അള്ളാഹുന്നാ കർത്താവ് പറഞ്ഞതെന്ന് പുള്ളി ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന്, അള്ളാഹു എന്നാണോ അതോ വേറെ എന്തെങ്കിലും അറാമിക് വേർഡാണോ? അത് ഫോളോയിങ് എന്ന് പറഞ്ഞ ഒരാളാണോ അദീബ്? അതല്ല, അത് ഇംഗ്ലീഷ് ചാനലുകളായി ഞാൻ കേൾക്കുന്ന. അല്ല, യേശുക്രിസ്തുവിന്റെ അരാമിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവൻ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ബ്രദറെ? യേശുക്രിസ്തു സംസാരിച്ച ഭാഷ അരാമിക് മാത്രമായിരുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ലല്ല, യേശുക്രിസ്തുവിന് ഗ്രീക്കും ഹീബ്രുവും അറിയാമായിരുന്നു. പക്ഷെ അയാൾ പറയുന്നതിൽ എന്താണുള്ളത് കാര്യം? അല്ല, അല്ലാഹു യേശു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അതോ ഇനി വേറെ ഹീബ്രുവിലോ അല്ല അരാമൈക്കിൽ വേറെ വേർഡാണോ? ബടായി പറയുന്നല്ലേ ഇങ്ങനെയൊക്കെ? പിന്നല്ല, അവർക്ക് എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ ബൈബിളിൽ കൊണ്ട് കയറ്റണം. കാരണം അത് ഒരു വലിയ ഒരു ഫ്ലോ എന്താണ്, ഒരു കുഴപ്പമാണ്. അവരുടെ പുസ്തകത്തിൽ മുഴുവൻ അള്ളാഹുവാണ് ഉള്ളത്. അത് മാത്രമല്ല, അറബി ബൈബിളിൽ പോലും മോശെ അക്കൗണ്ട് ഓഫ് അതായത് മോശെ ദൈവത്തോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ആ ബൈബിളില്, അതായത് അറബി ബൈബിളിൽ പോലും അവിടെ യഹോവ എന്ന് തന്നെയാണ്, ഐ ആം വാട്ട് ഐ ആം, യാവേ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്റെ പേര് അള്ളാഹു ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതായത് അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷനിൽ പോലും അവിടെ അള്ളാഹു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ പേര് യഹോവ, ഞാൻ ആകുന്നവൻ ഞാൻ, ഐ ആം ഹു ഐ ആം എന്നർത്ഥം വരുന്ന യഹ്വേ എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എന്റെ പേര് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ ഇവർക്ക് വലിയ ഒരു അടിയാണ്. ഓക്കെ, അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ ഫോളോയിങ് അത് കേട്ടിട്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്.
അലാഹ അലാഹ എന്നാണ് പറഞ്ഞത്, ദൈവത്തെ അലാഹ എന്ന് വിളിച്ചിരുന്നത്. ഇതൊക്കെ അവരുടെ കൽപ്പനയാണ്, ഭാവനയാണ് ബ്രദറെ. ഇതാ നമുക്ക് നമ്മുടെ പണ്ഡിതൻ ആണ് ജെന്റിൽ ബ്രദർ, ഭാഷാ പണ്ഡിതനുമാണ് അദ്ദേഹം. വളരെ പഠിച്ച ആളാണ്. അദ്ദേഹത്തോടും കൂടി ചോദിച്ചോളൂ. ഇത് മനസ്സിലായി. കർത്താവ് ട്രോളൊന്നും അല്ല, ഉള്ള സത്യമല്ലേ, ഉള്ള സത്യമല്ലേ. ആ, ഈ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞോളൂ. ശബ്ദം ക്ലിയർ അല്ല. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് സംസാരിക്കും. ഇപ്പൊ ഓക്കെയാ, റൈറ്റ് നൗ ഇറ്റ്സ് ഓക്കെ. കേൾക്കാം കേൾക്കാം കേൾക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ട്. സുഖമല്ലേ എന്ന് പറഞ്ഞ ഐഡിയ ആണ് ചോദിച്ചത്.
ഇവരെല്ലാം വന്നിട്ട് പറയും അങ്ങനത്തെ ഒരു പദം വേറെ ലോകത്തിലില്ല. ചക്കക്കുരു. കാരണം പറഞ്ഞുതരാം. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അത് ന്യൂട്രൽ ജെൻഡർ, സ്ത്രീ അല്ല പുരുഷനല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി എഴുതിയിരിക്കുക അവനാകുന്നു സകലവും സൃഷ്ടിച്ചത്. എടാ ഇന്ന് അവളാകുന്നു എന്ന് എഴുതി വെക്ക്. ജെൻഡർ എന്തായാലും കുഴപ്പമില്ലല്ലോ. അവനായാലും കുഴപ്പമില്ല, അവളായാലും കുഴപ്പമില്ല. പിന്നെ എന്തിനാ അവനാകുന്നു എന്ന് എഴുതി വെക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല സ്വബോധം ഉണ്ടെങ്കിൽ അള്ളാഹു എന്നുള്ള പദം ജെൻഡർ ന്യൂട്രൽ ആണെന്ന് പറയരുത്. അല്ലെങ്കിൽ പിന്നെ ഷണ്ണനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും വിളിക്കാലോ എന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയും ഇല്ല. പിന്നെ എന്തിനാണ് അവൻ എന്ന് പറയുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല. ഇതിനുള്ള ഉത്തരം കൂടെ നിങ്ങൾ അവരോട് പറയുമ്പോൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ഓ താങ്ക് യു. Brother, നമ്മുടെ today we had very ലോർഡ് പ്രയർ തന്നെ തുടങ്ങുന്നത് അബാൻ അൽഫി സമാവാത്തി എന്ന് പറഞ്ഞിട്ട് our father in heaven. Yeah, mm. go ahead please. Today we had a very interesting day. Really? I'm sorry I was away in from the you morning, for 5 years. Ikip gave a very good class. It was very good discussion in the morning session. Yeah, he is good. Evening ഇപ്പോ ഒരു യങ് ബോയ് ജമാൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോയി നമ്മൾ പറയുന്നതൊക്കെ കെട്ടുകഥകളാണ്, അദ്ദേഹത്തിന് സത്യം അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം, പിന്നെ ഞാൻ പറയുന്നതെല്ലാം നുണയാണെന്ന് അയാൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ Wow. പറയുന്നതൊക്കെ നുണയാണ്. ഞാൻ പറഞ്ഞു ഒരു തെളിവെടുത്തോണ്ട് വരാൻ പറഞ്ഞു. നെക്സ്റ്റ് ടൈം വെൻ യു കം യു ബ്രിങ് തെളിവ് കൊണ്ടുവാ. ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്തതാണെങ്കിൽ യു ബ്രിങ് ഇറ്റ് ആൻഡ് കം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. Okay, നാളെ വരികയാണെങ്കിൽ എന്നെ ഒന്ന് ബസ് ചെയ്തേക്കണേ. ഓക്കെ. എപ്പോഴാ വന്നേ? ഐ ഡോണ്ട് നോ വാട്ട് ടൈം ഹി കെയിം. പക്ഷെ ഇവിടെ ഈ റൂം ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്തു. when I Indian time 1 hour ago he was or Okay, maybe 1 hour ago he was ഉണ്ടായിരുന്നോ? here. Okay, fine. So ഞാൻ ഉണ്ടായിരുന്നു. I was free actually. That's okay. Next. അവന് ഭാഗ്യമില്ല. അബൂ ലഹബ്, what's happening? ലീ Okay, സിസ്റ്ററെ right, അദ്ദേഹം sir. പറഞ്ഞത് ഈ ഖുറാനെ സമീപിച്ചാൽ നമുക്ക് സൃഷ്ടാവായ ദൈവത്തിനെ കണ്ടെത്താം. അതിന് ഖുറാനെ സമീപിക്കണം. ഖുറാനെ എങ്ങനെ സമീപിക്കാം? പരിശുദ്ധ അറബിയിൽ സമീപിക്കണം. താങ്കൾ സമീപിച്ചോ? ഞാൻ സമീപിച്ചു, മൊത്തം വായിച്ചു. പരിശുദ്ധ അറബിയിലാണോ വായിച്ചത്? അതെ. അർത്ഥം മനസ്സിലാക്കിയാണോ വായിച്ചത്? അല്ല. അതാണ് കോമഡി. ഈ അറബി പരിശുദ്ധമാണോ? അദ്ദേഹത്തിന്റെ ക്ലെയിം അങ്ങനെയായിരുന്നു, പരിശുദ്ധ അറബിയിൽ ഇത് വായിക്കണം. തിരിച്ചു ഒരൊറ്റ ചോദ്യം, അറബി പരിശുദ്ധമാണെങ്കിൽ അറബിയിൽ തെറി പറയുന്നത് എന്തിനാ? പരിശുദ്ധമായ ഒന്നിലും അശുദ്ധി പാടില്ലല്ലോ. പിന്നെ അറബിയിൽ പച്ച തെറി പറയുന്നുണ്ടല്ലോ. ഇത് പബ്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചതായിരുന്നു. പച്ച അറബിയിൽ. അല്ലല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളൊക്കെ എപ്പോഴും വായിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, പോയി ഡാഷ് ഡാഷ് കടിക്കും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പച്ച തെറിയാ. ഇച്ചിരി പോളിഷ്ഡ് ആയിട്ട് അതിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ. എഴുതി വെക്കുമ്പോ പച്ചത്തെറി എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സഭ്യമായ ഭാഷയിൽ നീ പോയി നിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, നല്ല ഭാഷയിലൊക്കെ എന്താ പറഞ്ഞു നോക്കിയാ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുക. പിതാവിന്റെ പോയി എന്നാ പറഞ്ഞ പുള്ളി. ബ്രദറെ, റൈക്കർ വാസ് ഹിയർ. റൈക്കർ ഇവിടെ ഭയങ്കര ഭാവനയിൽ കാണുന്നുണ്ട്. എന്താണ്
റൈക്കറിന്റെ റൈക്കർ ഭാവനയിൽ റൈക്കർ റൈക്കർ ഞാനും ആരാണ്? ശത്രുക്കളായിരുന്നു. എനിക്കറിയത്തില്ല. റൈക്കർ റൈക്കർ എന്നെ പണ്ട് ആരാണ് ആക്ച്വലി? റൈക്കർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഇസ് ഹിയർ. ആളാണ്. എന്നെ അതെയോ? ഭയങ്കരമായിട്ട് റൈക്കർ ഇവിടെ ഉണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആളാ. പക്ഷെ റൈക്കർ കഴിഞ്ഞ ഓഹോ. ആഴ്ച എങ്ങാണ്ട് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം 2023 ഡിസംബറിൽ എങ്ങാണ്ട് വന്നിട്ട് എന്തിനാണ് ജെന്റിൽ ബോയ് എന്നെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഞാൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്നെ പച്ച തെറി പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവണം, എന്നെയോ എന്റെ വീട്ടുകാരെയോ. അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യില്ല, ഒരു മനുഷ്യനും ബ്ലോക്ക് ചെയ്യില്ല. അപ്പൊ റൈക്കർ വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അതങ്ങ് എടുത്തു കൊടുത്തു. അപ്പൊ ഞാൻ വെച്ച റൈക്കർ ഇനിയിപ്പോ ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കയറി വരാത്തതെന്ന് ചോദിച്ചാൽ അങ്ങ് എടുത്തു കൊടുത്തു. എന്നിട്ട് റൈക്കർ കയറി വരുന്നില്ല. റൈക്കറെ ഐ തിങ്ക് വായോ, ഹീസ് സം നോൺ കേറി വോയിസ് വായോ. ആയിരിക്കും. ഐ യാ തിങ്ക് ഓഫ് വി വിൽ കോഴ്സ്, ഓഫ് റെക്കഗ്നൈസ് കോഴ്സ്. ഹിസ് വോയിസ്. യാ ഓഫ് കോഴ്സ്. അതുകൊണ്ടല്ലേ പുള്ളി വരാത്തെ. ചിലരുടെ മെസ്സേജിന്റെ രീതി കാണുമ്പോ അവരാരാണെന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷേ ഐ സ്റ്റിൽ ഹാവ് ഇൻ മേഡ് ഔട്ട് ഹൂ ഹീസ്. ചിലരൊക്കെ പറയുന്നുണ്ട് പാമ്പ് പോലെ ആടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. റൈക്കർ മെമ്പറോ? എനിവേ സഹോദരന്മാരെ, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരു രസമില്ല. ഇന്നത്തെ വിഷയം ആരാണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയത്? ഞാൻ നമ്മൾ ആ എന്നെ തന്നെ ദിലീപ് കുമാർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് എസ്ബാബൻ നുസൂൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടല്ലോ, എസ്ബാബൻ നുസൂൽ. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു. എന്റെ പൊന്നെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ നേരം വെളിപ്പാടിൽ അങ്ങനെ വല്ല എടുത്ത് വായിച്ച, വെളിപ്പാട് എക്സ്പ്ലനേഷൻ വല്ല എടുത്ത് വായിച്ചാൽ വല്ലതൊക്കെ ഗുണം ഉണ്ടായേനെ. Okay, let me do some work. All right, please continue. I'll be listening. Got some work to do. Equip, you are so quiet. ഇല്ല കേൾക്കുന്നുണ്ട്. Yeah, nuclear is saying, nuclear പറയുന്നു MM അക്ബർ ആണെന്ന്. ഓ, ഗസ്റ്റ് വന്നോ? ആരാണ് ഈ ഗസ്റ്റ് ഇപ്പോ? നിസു ആയിരിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അവന്റെ ഹാർട്ട് അറ്റാക്ക്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ബോബി ബ്രദറിനെ വിളിക്കൂ. ഓംപോയി. ഇവിടെ നമ്മുടെ ജെർഷോ എങ്ങനെയാണ്? ഗെർഷോമോ അല്ലൻ, ഇവരെല്ലാം എന്താ താഴെ ഇരിക്കുന്നത്? ബോണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ? ബിസി ആയിരിക്കും. വൺ ഓൾഡ് ബുക്ക് ഇസ് there, എന്താ ബുക്കിന്റെ പേര്? മിസാനുൽ ഹക്ക്, സത്യത്തിന്റെ തുലാസ് എന്ന് പറഞ്ഞിട്ട് 3 വോള്യമായിട്ട് ഒരു ഇറാനിയൻ എഴുതിയ ഒരു പുസ്തകം. പഴയ പുസ്തകമാണ്. ബട്ട് ഇറ്റ്സ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദ ക്ലെയിംസ് ഓഫ് ഖുറാൻ. ഖുറാന്റെ അവകാശവാദങ്ങളും ബൈബിളിലുള്ള സത്യങ്ങളും. അത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെറിയ പ്രിന്റ് ആണ്, പഴയ രീതിയിലുള്ള എഴുത്താണ്. നീണ്ട പാരഗ്രാഫുകൾ ഉണ്ടാവും മലയാളത്തിലുള്ള പ്രതിയില്. ബട്ട് സ്റ്റിൽ വായിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് us to have a better perspective of ഇസ്ലാമിന്റെ ചിന്തകൾ. ഇസ്ലാം എങ്ങനെയാണ് ബൈബിളിനെ കാണുന്നത് എന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ സഹോദരന്മാരെ, സംസാരിച്ചോളൂ. നമ്മുടെ ജെന്റിൽ ബ്രദർ പോയോ? ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, ഐ ഗോട്ട് സം വർക്ക്. ഞാൻ കേട്ടോണ്ടിരിക്കാം ബ്രദറെ, സംസാരിച്ചോളൂ.
അല്ലെങ്കിൽ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞായിരുന്നോ ആരെങ്കിലും ഒന്ന് രണ്ട് സജഷൻസ് നമുക്ക് വന്നായിരുന്നോ? ഞാൻ ഇച്ചിരി വൈകിയേ. ലീ സിസ്റ്റർ വായിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ വന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തു പോകേണ്ട വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം ചോദിക്കുക. മുഹമ്മദിനെ പ്രവാചകന്മാരാക്കിയതിൽ ഒരാളെ എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതൊന്ന് സംസാരിച്ചൊന്ന് അറിയാനായിട്ടാണ് ഞാൻ ചോദിക്കണേ. ആരെങ്കിലും ഒന്ന് മൈക്കെടുക്കാവോ? ഇല്ല ലീ ഇല്ല സിസ്റ്ററെ. ഇല്ല എക്കപ്പേറെ ആരും പറഞ്ഞിട്ടില്ല. ആരും ഉലമാക്കൾ ആരും വന്നില്ല. എന്നാ ഞാൻ തൽക്കാലം ഉലമ ആകട്ടെ. ആയിക്കോളൂ ആയിക്കോളൂ, അല്ലാതെ നടക്കത്തില്ല. ഇത് ആരും വരുമെന്ന് തോന്നുന്നില്ല. ഇതുപോലൊരു ടോപ്പിക് ഇട്ടിട്ട് ആരും വരുന്നില്ലല്ലോ. ഓക്കെ. എന്നാ മുഹമ്മദിനെ പ്രവാചകനാക്കിയ ഒരാളെ നമ്മള് കയ്യോടെ കഴുത്തിന് പിടിച്ചോണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. എല്ലാരും തയ്യാറല്ലേ? ഓക്കെ ഗോ അഹെഡ്. ഓക്കെ. ഞാൻ വായിക്കുന്നത് സഹീ ബുഖാരി ഹദീസ് നമ്പർ 1337, ബുക്ക് നമ്പർ 64. ഇത് അനസിൽ നിന്നുള്ള നരേഷൻ ആണ്. ഓ സോറി, അനസ് അതല്ല. അത് തന്നെ. ഓ, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. സഹീൽ ബുഖാരി ഹദീസ് നമ്പർ 1337, ബുക്ക് നമ്പർ 64. ഇദ്ദേഹത്തെ നമുക്ക് കയ്യോടെ പിടികൂടി മുഹമ്മദിനെ പ്രവാചകനാക്കിയ പലരിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഇദ്ദേഹവും. എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇദ്ദേഹം ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും വായിക്കാം. അനസിൽ നിന്ന്, പ്രവാചകൻ മദീനയിൽ വന്ന വിവരം അബ്ദുല്ലാഹിബ്നു സലാമിന് കിട്ടി. വിവരം കിട്ടി. വന്ന വിവരം അബ്ദുല്ലാഹിബ്നു സലാമിന് കിട്ടി. അപ്പോ ഈ അബ്ദുല്ലാഹിബിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അബ്ദുല്ലാഹിബ്നു സലാം. അദ്ദേഹം, അതായത് അബ്ദുല്ലാഹിബ്നു നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന 3 കാര്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പോ ഒരു പരീക്ഷ നടത്തുകയാണ്. എന്നിട്ട് ഇവിടെ പാസ്സാക്കും അല്ലെങ്കിൽ തോൽപ്പിക്കും. കേട്ടോണം. ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന 3 കാര്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അന്ത്യനാളിന്റെ പ്രഥമ ലക്ഷണങ്ങൾ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. 2, സ്വർഗവാസികളുടെ ആദ്യ ഭക്ഷണം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. കുട്ടികൾക്ക് പിതാവിനോട് സാദൃശ്യം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? അപ്പോ മുഹമ്മദിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഒരു എക്സാം അബ്ദുല്ലാഹിബ്നു മുഹമ്മദിന് കൊടുക്കുകയാണ്. ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന 3 കാര്യങ്ങളുണ്ട്. ചോദ്യം ഞാൻ തരാം, നീ ഉത്തരം പറ. അതായത് മുഹമ്മദ് ഉത്തരം പറയുക. അവന് മാതുലന്മാരോട് സാദൃശ്യം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഓക്കെ. നബി പറഞ്ഞു. ഇനി നബി അതിന് ഉത്തരം എഴുതുകയാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. പുള്ളി പറയാണ്, നിങ്ങൾ ചോദിച്ചു, ഇപ്പൊ തന്നെ ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അബ്ദുല്ല പറഞ്ഞതായി അനസ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ജിബ്രീൽ ജൂതന്മാർ ശത്രുവായി കരുതുന്ന മലക്കാണ്. ഏത്? ജിബ്രീലിനെ യഹൂദര് ഭയങ്കര ശത്രുവായിട്ടാണെന്ന് കാണുന്നത് അത്രേ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയുന്നില്ല. എങ്കിലും നമുക്ക് ഹദീസ് വായിക്കാം. അപ്പൊ മുഹമ്മദ് എക്സാം എഴുതി തുടങ്ങി. മുഹമ്മദിന് പ്രവാചകനാണോ അല്ലയോ എന്നുള്ളതിന്റെ ചോദ്യപേപ്പർ കിട്ടി. ഇനി ഉത്തരം എഴുതുകയാണ്. നബി പറഞ്ഞു,
ഉദയസ്ഥാനം മുതൽ അസ്തമയസ്ഥാനം വരെയുള്ള ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രീതിയാണ് അന്ത്യനാളിന്റെ പ്രഥമ ലക്ഷണം. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം അന്ത്യനാളിന്റെ പ്രഥമ ലക്ഷണം എന്താണ്? ഉത്തരം ഉദയസ്ഥാനം മുതൽ അസ്തമയ സ്ഥാനം വരെയുള്ള ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീയാണ് അന്ത്യനാളിന്റെ പ്രഥമ ലക്ഷണം. ഇനി ചോദ്യം നമ്പർ 2. ചോദ്യം നമ്പർ 2 എന്താണ്? ഒരു മിനിറ്റ് നോക്കട്ടെ. ചോദ്യം നമ്പർ 2. ഓക്കെ, ചോദ്യം നമ്പർ 2. സ്വർഗവാസികളുടെ ആദ്യ ഭക്ഷണം എന്താണ്? അതിന്റെ ഉത്തരമാണ് സ്വർഗവാസികളുടെ ആദ്യ ഭക്ഷണമാകട്ടെ മത്സ്യത്തിന്റെ വിഭാജക ചർമ്മമാണ്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? അത് കഴിഞ്ഞു. കുട്ടിക്ക് പിതാവിന്റെ സാദൃശ്യം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? അവന്, അതായത് കുട്ടിക്ക് മാതുലന്മാരോട് സാദൃശ്യം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ചോദ്യം നമ്പർ 3. ഇനി മുഹമ്മദിന് ഇപ്പോ നമ്മുടെ ജിബ്രീൽ പറഞ്ഞു കൊടുത്ത ഉത്തരമാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി കുട്ടിക്ക് സാദൃശ്യം ലഭിക്കുന്ന കാര്യം പുരുഷൻ സ്ത്രീയുമായി വേഴ്ച നടത്തുന്ന വേളയിൽ അവൾക്ക് മുമ്പ് അയാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ കുട്ടിക്ക് സാദൃശ്യം അയാളോടായി. അവൾക്കാണ് ആദ്യം സ്ഖലനം ഉണ്ടായതെങ്കിൽ അവളോടും. അബ്ദുള്ള പറഞ്ഞു, ഇനിയാണ് നിങ്ങൾ ചിരിക്കേണ്ടത്. ഇപ്പോഴെല്ലാവരും ആ സ്മൈലി ഇടണ്ടേ. ഇനി ഞാൻ വായിക്കാൻ പറയുന്നത്